എൻ്റെ പേര് ബക്കർ പള്ളിയാൽ, വയനാട് സ്വദേശിയാണ്. മാനന്തവാടി തരുവണ എന്ന് പറയും. എനിക്ക് 25 കൊല്ലമായി ഡയബറ്റിക് തുടങ്ങിയ ഒരു സൗദി അറേബ്യയിലായിരുന്നു. തുടങ്ങിയ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇൻസുലിൻ തുടങ്ങിയതാണ്. രാവിലെയും വൈകുന്നേരവും 20, 25 ഇങ്ങനെ അടിച്ചിരുന്നു. അതിനത് കൂടി വന്ന് 30 ആയി. പിന്നെ 30, 20, 30 അടിക്കൽ തുടങ്ങി. പിന്നെ അതിൻ്റെ പുറമെ ഗുളികകളും ഇതൊക്കെ വന്ന് അതിനുശേഷം BP വന്ന് BP 160 നിൽക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ്. 20-ൻ്റെ 2 ഗുളികകൾ കഴിക്കുന്നുണ്ട്. പിന്നെ TG കൂടുതലായിരുന്നു, ട്രൈഗ്ലിസറോയിഡ്, കൊളസ്ട്രോൾ കൂടുതലുണ്ടായിരുന്നു, യൂറിക് ആസിഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ 5 മാസമായി കീറ്റോയിലേക്ക് കീറ്റോയിൽ വന്നതിന് ശേഷം അന്ന് നിർത്തിയതാണ് ഇൻസുലിൻ ഫുള്ളായിട്ട്. 7 ഗുളികകൾ കഴിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പുറമെ 7 ഗുളിക എടുത്ത് കളഞ്ഞ് ഇൻസുലിൻ അങ്ങ് കളഞ്ഞു. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നോക്കിയിട്ട് 110. ശരീരത്തിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടുവേദന, കാലിൻ്റെ തരിപ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു, അത് പോയി. BP 160 ഇപ്പം 110-70 വന്നു. BPൻ്റെ ഗുളിയൊന്നും കഴിക്കുന്നില്ല. ഇവർ ഗുളിക കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ധൈര്യത്തിൽ അതും അങ്ങ് ഒഴിവാക്കിയപ്പോഴാണ് അത് ഡൗൺ ആയത്. അങ്ങനെ BP നോർമലായി. അതിപ്പം 110-70 ആ കണ്ടീഷനിൽ പോകുന്നുണ്ട്. TG കുറഞ്ഞിട്ടില്ല, അത് 200-ൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. പിന്നെ കൊളസ്ട്രോളൊക്കെ അത് പിന്നെ ഞാൻ നോക്കലില്ല ഇപ്പോൾ. പിന്നെ മറ്റേ ഇത് നോക്കിയിട്ട് 6.2 H1B1C. ഇതിനിപ്പോൾ കൊളസ്ട്രോൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നല്ല ഹാപ്പിയാണ്. എൻ്റെ പേര് ഷമീർ എന്നാണ്. ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ഏലംകുളം പഞ്ചായത്തിൽ നിന്നാണ്. ഞാനിപ്പോൾ LCS വന്നിട്ട് 2-2.5 മാസം 3 മാസം ആകാൻ പോവാണ്. ഞാൻ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. പിന്നെ ഷുഗർ ഒരു മരുന്ന് കുടി നിർത്തിയിട്ടാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഷുഗറൊന്നുമില്ല, നോർമലാണ്. പിന്നെ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, കൊളസ്ട്രോൾ ഇപ്പോൾ നോർമലാണ്. പിന്നെ എനിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തടിയായിരുന്നു. എൻ്റെ പഴയ ഫോട്ടോ കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ രൂപമല്ലായിരുന്നു, വേറെ രൂപത്തിലായിരുന്നു. ഭയങ്കര തടിയെന്ന് പറഞ്ഞാൽ വയറൊക്കെ ഇങ്ങനെ തള്ളിയിട്ട് ഭയങ്കര വയറൊക്കെ ഇങ്ങനെയായിരുന്നു. അത് മാറി ഇപ്പോൾ സാധാരണ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 2.5 മാസം കൊണ്ടാണ് ഇത്രയും ഈ സാധാരണ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് എൻ്റെ അനുഭവം. കാരണം പിന്നെ ഷുഗർ മാറി, അതന്നെ ഏറ്റവും നമ്മൾ ഷുഗറിനൊക്കെ മരുന്ന് പിടിച്ച കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ആയുർവേദ മരുന്നുകളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം പല സ്ഥലത്തും അത് അവിടെ പോയി കാസർഗോഡ് ഉണ്ട്, അവിടെ ഒരു മരുന്നുണ്ട്, അത് പോയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ മാറും എന്ന് പറയും. എന്നിട്ട് അവിടേക്ക് പോകും, കാസർഗോഡ് പോകും, അത് മേടിച്ചു വരും. അങ്ങനെ പല സ്ഥലത്തും, വയനാട്, അങ്ങനെ പല സ്ഥലത്തും പോയി പല മരുന്നുകളും കുടിച്ചിട്ട് പിന്നെ പല മരുന്നുകളും കുടിച്ചിട്ട് മാറാത്ത രോഗം ഇപ്പം നമ്മൾ LCHP വന്നുകൊണ്ട് അത് മാറിയിട്ടുണ്ട്. അതേപോലെ തടി ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നടക്കാം. അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ഒരു 2 നിലയൊക്കെ കയറുമ്പോഴേക്കിന് അവിടെ എത്തുമ്പോൾ ആകെ ശ്വാസം മുട്ടി ആകെ അങ്ങോട്ട് ക്ഷീണിച്ചാകെ ഇതായിട്ടുണ്ടാവും. ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എത്ര സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് കയറാൻ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഒരു മരുന്നും കഴിക്കുന്നില്ല. ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ പേരും സ്ഥലവും പിന്നെ നിങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള അനുഭവങ്ങളും ഇപ്പോഴുള്ള മാറ്റങ്ങളും എന്തൊക്കെയൊന്ന് ജസ്റ്റ് ഒന്ന് വിവരിക്കും. എൻ്റെ പേര് മിർഷാജ്. ഞാൻ ഇവിടെ കോഴിക്കോട് തന്നെ, ഇവിടെ തൊട്ടടുത്ത് തന്നെ താമസം. ഞാൻ തുടങ്ങിയിട്ട് 4 മാസമായി. ആദ്യം 80 കിലോ ഉണ്ട്, 20 കിലോ കുറഞ്ഞ് 4 മാസം കൊണ്ട് 20 കിലോ കുറഞ്ഞ്. തുടങ്ങുന്നതിന് മുന്നേ ഫാസ്റ്റിംഗ് ഷുഗർ 160, 180 ഉണ്ട്. ഞാൻ ആ സമയത്തൊന്നും മരുന്നൊന്നും കഴിച്ചില്ല. പാരമ്പര്യമായിട്ട് എൻ്റെ ഉമ്മക്കും ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും എല്ലാവർക്കും ഷുഗറുണ്ട്. ഉമ്മ ഷുഗറുണ്ട്, കിഡ്നി ഫെയിലറായിട്ടാണ് മരിച്ചത്. അപ്പോൾ ഞാൻ എപ്പോഴും രാവിലെ എണീറ്റ് നടക്കുന്നതൊക്കെ ഉണ്ട്, പക്ഷെ മരുന്ന് ഇതുവരെ കഴിച്ചിട്ടില്ല. ഈ ഡയറ്റ് തുടങ്ങിയതിന് ശേഷം എൻ്റെ ഷുഗറൊക്കെ 100 താഴെയായി, കൊളസ്ട്രോള് നോർമലായി, ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു. വേസ്റ്റ് 34 ഉള്ളത് ഇപ്പോൾ 30 എനിക്ക് ലൂസാണ്. 28 ഒക്കെ പോടുന്നത്. 4 മാസം കൊണ്ട് 20 കിലോ കുറവ്. ഞാൻ ഫുൾ സ്ട്രിക്റ്റ് ആയിട്ട് അതുവരെ ഫോളോ ചെയ്തു. വേറെ ഒരു മെഡിസിനും ഇല്ല. ബിരിയാണി തിന്നിട്ട് ഇപ്പോൾ 4 മാസം കഴിഞ്ഞ്. നെയ്ച്ചോറ് തിന്നിട്ട് ഇവിടെ കോഴിക്കോട് ആഴ്ചക്ക് 4-5 കല്യാണം ഉണ്ടാവും. രാവിലെ, ഉച്ചക്ക്, രാത്രി 3 നേരം. ഈ ഡയറ്റ് ഞാൻ ശരിക്കും ആസ്വദിച്ചിട്ടാണ്. ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കി, ഞാൻ തന്നെ ഓരോ ദിവസവും ഉണ്ടാക്കുന്ന ഫുഡും കഴിക്കുന്ന ഫുഡും ഞാൻ ഫോട്ടോ എടുത്ത് വെക്കാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ കൊടുത്തിട്ടും ഇതൊക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് ഈ ഡയറ്റ് ചെയ്തത്. താങ്ക് യു. നിങ്ങളുടെ പേരും സ്ഥലവും പിന്നെ ഈ LCH തുടങ്ങുന്നതിന് മുന്നുള്ള അനുഭവങ്ങളും ഇപ്പോൾ LCH തുടങ്ങിയ ശേഷം ഉണ്ടായുള്ള മാറ്റങ്ങളും ഒക്കെ ഒന്ന് വിവരിക്കാം. നോക്കി പറഞ്ഞാൽ. എൻ്റെ പേര് റജീബ്. എൻ്റെ സ്ഥലം അരൂരാണ്, എറണാകുളം ജില്ലയുടെ അടുത്ത്. ഞാൻ ഇൻഡസ് മോട്ടറിൽ LCV
അശോക് ലൈലാൻഡ് കമ്പനിയിൽ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് യാത്ര കൂടുതലുള്ള കൂട്ടത്തിലാണ്. എനിക്ക് 3 ഡിസ്ട്രിക്റ്റാണ്, എറണാകുളം, കോട്ടയം, ഇടുക്കി 3 ഡിസ്ട്രിക്റ്റിൻ്റെ ചാർജാണ്. അപ്പോൾ ആഴ്ചയിൽ 2-3 ദിവസം എപ്പോഴും ട്രാവലിംഗ് ഉണ്ടാവും. 15 വർഷമായിട്ട് ഞാൻ ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. അതിൽ 2010 തൊട്ട് ഞാൻ ഇൻസുലിൻ എടുക്കുന്നുണ്ട്, 2 നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട്. അതിൽ 12-13 കാലഘട്ടങ്ങളിൽ ഹ്യൂജായിട്ട് വലിയ രീതിയിൽ 40-30 യൂണിറ്റ് ഇൻസുലിൻ വരെ എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എൻ്റെ വൈഫാണ് ഇങ്ങനെ LCHF എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയും അതിൻ്റെ ഒരു വീഡിയോസൊക്കെ വാട്സപ്പൊക്കെ ഇട്ട് തരികയും ഞാൻ അതനുസരിച്ചിട്ട് അബീബ് റഹ്മാൻ സാറിൻ്റെ ബുക്ക് ഒലിവ് ബുക്സിൽ നിന്ന് വരുത്തി. ആ ബുക്ക് ഞാനൊന്ന് വായിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ഒക്ടോബർ 13 ഞാനിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഇൻസുലിൻ ഉള്ളൊരു പ്രോബ്ലം ഉണ്ട്. ഇൻസുലിൻ നിർത്തണോ വേണ്ടേ എന്നുള്ളത് പിന്നെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അഹമ്മദ് ഗിരി സാറിൻ്റെ നമ്പർ അതിൽ കണ്ടു. അഹമ്മദ് ഗിരി സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞ് നിങ്ങളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ പൂർണ്ണമായിട്ട് നിർത്തിയിട്ട് മാത്രം ചെയ്തെങ്കിൽ ഇത് റിസൾട്ട് ഉള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒക്ടോബർ 16 ഇൻസുലിൻ സ്റ്റോപ്പ് ചെയ്തു. ഞാനിത് സ്റ്റാർട്ട് ചെയ്തു. യാദൃച്ഛികമായിട്ട് 27 എൻ്റെ ഉമ്മ മരണപ്പെട്ടു. അന്ന് ഏകദേശം എനിക്ക് ഉമ്മ മരിക്കുന്നത് ഒരു 7:30 മണിക്കാണ് വൈകുന്നേരം. ഞാനൊരു 6:30 ഒരു ഓംലെറ്റ് കഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ 28 രാവിലെ 1 മണിയാകുമ്പോഴാണ് ഞാൻ 1 മണിക്ക് ശേഷമാണ് പിന്നെ ഭക്ഷണം കഴിക്കണം. എനിക്ക് തന്നെ അതിശയം തോന്നി. 18 മണിക്കൂറോളം ഫാസ്റ്റിങ്ങിൽ നിൽക്കാൻ പറ്റിയതിനകത്ത്. അതായത് സാധാരണ 4 മണിക്കൂർ ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നത് എനിക്ക് ഷിവറിങ് വരും. ആ ഒരു പ്രശ്നം തന്നില്ല. ഞാനിപ്പോൾ 3 മാസം മേലായി 99 ദിവസത്തോളം ഞാൻ ചെയ്തു. 2 മാസം കഴിഞ്ഞ് ഞാൻ റിസൾട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ H1A1C 12 എന്നുള്ളത് 9 ആയി. ശാരീരികമായിട്ട് നമുക്ക് ക്ഷീണമില്ല, ഒരുപാട് നേരം നമുക്ക് ഫാസ്റ്റിങ്ങിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്, ഗ്യാസിൻ്റെ പ്രോബ്ലംസൊക്കെ ഒഴിവായി, നല്ല മാറ്റമുണ്ട്. ബോഡി വെയ്റ്റ് ഞാൻ 67-68 കിലോ ആയിരുന്നത് 62 ബോഡി വെയ്റ്റ് വന്നു. ഇതിനിടയിൽ ഞാൻ ഒരു ദിവസം വൈകിട്ട് യാദൃച്ഛികമായിട്ട് നെയ്ച്ചോറ് കഴിച്ചു. കഴിഞ്ഞതിന് മുമ്പത്തെ ഞായറാഴ്ച ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഒരു നെയ്ച്ചോറ് കഴിച്ചു. അന്ന് പിറ്റേ ദിവസം രാവിലെ എനിക്ക് വൊമിറ്റിങ് തുടങ്ങി. അപ്പം ഞാൻ വൊമിറ്റിങ് തുടങ്ങി. അപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാനും പറ്റില്ല. തിങ്കളാഴ്ച ഞാൻ ഓഫീസിൽ പോയി. അപ്പോൾ ഓഫീഷ്യലി എനിക്ക് മൂവാറ്റുപുഴയുടെ യാത്രയുടെ കാര്യം ഉണ്ടായിരുന്നു. ആ ട്രാവലിങ്ങിലും വൊമിറ്റ് ചെയ്തു. അപ്പോൾ തിരിച്ച് ഞാൻ ഓഫീസിൽ വന്നിട്ട് ചോദിച്ചു പോന്നിട്ട് അടുത്തൊരു നമ്മുടെ ഒരു ഫാമിലി ഡോക്ടർ വന്ന് കണ്ടു. അപ്പോൾ പുള്ളി തീരെ ഞാൻ ആവശ്യതയായി. അപ്പം ഞായറാഴ്ച ഭക്ഷണം കഴിച്ചില്ല, തിങ്കളാഴ്ച ഭക്ഷണം കഴിച്ചില്ല. പുള്ളി എനിക്ക് ട്രിപ്പിട്ടിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ തന്നെ നേരത്തെ എനിക്ക് ഒരു പ്രാവശ്യം വന്നായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഒരു എൻഡോസ്കോപ്പി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ചൊവ്വാഴ്ച അപ്പോൾ എനിക്ക് ഒഫീഷ്യലി മീറ്റിംഗ് ആയിരുന്നു, ഞങ്ങളുടെ RM-ൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പോകാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അന്നും ഇതുപോലെ തന്നെ ഞാനൊന്നും കഴിച്ചില്ല. ഒരു 11 മണിയായപ്പോൾ പിന്നെ വൊമിറ്റ് ചെയ്യുമ്പം ഒന്നും വരുന്നില്ല പുറത്തോട്ട്. ഞാൻ ക്ഷീണിച്ചു. അപ്പോൾ എൻ്റെ വെയിറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ 62-58 അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ നമ്മൾ തീരെ ടയർഡായതുകൊണ്ട് ഞാൻ അടുത്ത ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. ഡോക്ടറെ പോയി കണ്ടു. ഞാൻ കണ്ടിരുന്ന ഡോക്ടറെ ലാസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഡോക്ടർ വഴക്ക് പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടമുള്ള ഡയറ്റ് കാര്യങ്ങൾ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞ് അങ്ങനെ ഞാൻ അഡ്മിറ്റാക്കി എല്ലാ റിസൾട്ടെല്ലാം കൂടി ചെയ്തു. പിറ്റേ ദിവസം റിസൾട്ട് വന്നപ്പോൾ HbA1c ഇൻസുലിൻ എടുക്കുന്ന സമയത്ത് നിന്നും വീണ്ടും കുറവ്, 9.9, കൊളസ്ട്രോൾ കുറവ്, എല്ലാം കുറവ്. അപ്പോൾ ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഈ ഡയറ്റ് എങ്ങനെ നിങ്ങൾ ലൈഫ് ലോങ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 22 അഡ്മിറ്റായിട്ട് 22 അഡ്മിറ്റായി 25 ഞാൻ ഡിസ്ചാർജ് ചെയ്തു. 3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. അവരപ്പോൾ വീണ്ടും എൻ്റെ അടുത്ത് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്ത് കാര്യങ്ങളും മെഡിസിനൊക്കെ ചെയ്തു. പക്ഷേ അത് എൻ്റെ ഈ ശാരീരികമായ ക്ഷീണം ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. 58 കിലോകളായിരുന്നു. അപ്പം തീരെ അവശതയായി. ഇപ്പോൾ അത് മാറി, ഇപ്പോൾ 60-61 കിലോയി. ഞാനൊരു 62 ഞാൻ ഇൻഷാ അല്ലാഹ് നാളെ തൊട്ട് LCHF വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നു. എനിക്കിതുകൊണ്ട് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ഒരു 2 ആഴ്ച ബുദ്ധിമുട്ടുണ്ടായി. നമ്മൾ സാധാരണ നമ്മുടെ കഴിക്കുന്ന രീതിയിൽ നിന്ന് മാറിയപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു പ്രോബ്ലവും ഇല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ശാരീരികമായിട്ട് നല്ല വെയിറ്റ് കുറയുന്നുണ്ട്. ആൾക്കാർ ചോദിക്കും എന്താണ് ഷുഗർ കൂടിയ എന്ന് ചോദിക്കുന്നതല്ലാതെ നമുക്ക് ശാരീരികമായിട്ടും മറ്റുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ എന്തായാലും ഈ LCHF തന്നെ കണ്ടിന്യൂ ചെയ്യാനും ഈ ഇൻസുലിൻ പൂർണ്ണമായിട്ട് ഈ 90-99 ദിവസം ഇൻസുലിൻ എടുക്കാതിരുന്നത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ. ഇതിനോട് സഹകരിച്ച അബീബ് റഹ്മാൻ സാറിനും അഹമ്മദ് സാറിനും എല്ലാവർക്കും എൻ്റെ അനുഗ്രഹങ്ങളും ആശംസകളും പറഞ്ഞുകൊള്ളുന്നു. നമസ്കാരം. നമ്മുടെ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് ആദ്യം പറയാം. അതിനുശേഷം നിങ്ങളുടെ LCHFിലൂടെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും ഇപ്പോഴുള്ള മാറ്റങ്ങളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിശദീകരിച്ച് പറയാം. നമസ്കാരം. എൻ്റെ പേര് മുഹമ്മദ് മുസമ്മിൽ, തലശ്ശേരിയാണ്, തലശ്ശേരി പാനൂര്. പിന്നെ ഞാൻ 140 ദിവസമായി LCHFിൽ. എനിക്ക് ഒരുപാട് ഭയങ്കരമായിട്ടുള്ള മാറ്റം. അതായത് 290 ഫാസ്റ്റിംഗ് ഷുഗറായിരുന്നു. ഇപ്പോഴെനിക്ക് 90 ഫാസ്റ്റിംഗ് ഷുഗർ. പിന്നെ ഇൻസുലിന് 80 ഇൻസുലിൻ ഞാൻ ഡെയിലി എടുക്കുന്നുണ്ടായിരുന്നു. ആ 80 ഇൻസുലിന്
മുപ്പത് ദിവസമായിട്ട് ഒഴിവായിട്ടുള്ളത്. പിന്നെന്ന് വെച്ചാൽ പ്രഷറിൻ്റെ ഗുളിക കംപ്ലീറ്റ് വയ്ക്കും. പിന്നെ BP ഇപ്പം വളരെ നോർമലാണ്. പിന്നെ കൊളസ്ട്രോൾ എല്ലാം വളരെ നോർമലാണ്. കൊളസ്ട്രോൾ ആദ്യം നോർമലായിരുന്നു. പിന്നെ ഒരുപാട് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അനുഭവങ്ങളും. കാലിന് മുട്ടുവേദന ഉണ്ടായിരുന്നു, അത് പോയി. ഒരുപാട് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പിച്ചാണ്. അതുകൊണ്ട് എല്ലാവർക്കും എന്ന് വെച്ചാൽ 140 ദിവസമായി, 5 മാസം പൂർത്തിയായി. ഞാൻ സെപ്റ്റംബറിൽ തുടങ്ങിയതാണ്. സെപ്റ്റംബറിൽ ഞാൻ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 290 പാസിംഗ് ഷുഗർ ഉണ്ടായിരുന്നു. 30 വർഷമായിട്ട് ഷുഗറുള്ളതാണ്. ഡോക്ടർ മദ്രാസിലെ മോഹൻ സാറിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. അതായത് ഒരു മാസത്തിൽ 20,000 വരെ ഇൻസുലിൻ ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. റൈസോഡാക് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസുലിൻ. അതൊരു 3 മാസം ചെയ്തു. അത് 2014 അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നീടുള്ള ഇൻസുലിൻ 80 ഒമൻ മിക്സൈഡ് 80 യൂണിറ്റ് ഒരു ദിവസം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 135 ദിവസം ഇൻസുലിനും ടാബ്ലറ്റ്സ് 9 ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നു. ഒക്കെ നിർത്തിയിട്ട് ഡോക്ടർ കണ്ടിട്ട് എൻ്റെ ഫാമിലി ഡോക്ടറാണ് ഡോക്ടർ ദേവാനന്ദ് തലശ്ശേരി. ഞാനായിട്ട് എപ്പോഴും ദിവസം വാട്സപ്പിലും നേരിട്ടും കണ്ടുകൊണ്ട് തന്നെ ഉണ്ട്. പുള്ളി എന്നോട് ഇതെല്ലാം വാങ്ങിക്കുന്നുണ്ട്. പുള്ളി എന്നോട് ഇതിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നു. പുള്ളിക്ക് വളരെ സന്തോഷമാണ് കണ്ടിട്ട്. പിന്നെ എൻ്റെ ഇന്നലെ ഞാൻ 1-ാം തീയതി കംപ്ലീറ്റ് എല്ലാ ചെക്കപ്പും നടത്തി. എല്ലാം വളരെ നോർമലാണ്. പക്ഷെ എനിക്ക് ഷുഗർ ഇപ്പോഴും 179 കാണുന്നുണ്ട്. അത് ലിവർ ഫാറ്റൊക്കെ നോർമലല്ല, എല്ലാം കംപ്ലീറ്റ് നോർമലാണ്. എല്ലാം ഇവിടുന്ന് ഞാനിത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോൾ എനിക്ക് നല്ല ഗുഡ് സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. വളരെ ഇതുണ്ട്. പക്ഷേ ഏത് തരത്തിൽ പറയണമെന്ന് അത്രയും നല്ല ഹബീബ് സാറിന് എത്ര നന്ദി പറഞ്ഞാലും. എന്തായാലും വളരെയധികം സന്തോഷം നിങ്ങളുടെ വിലപ്പെട്ട അനുഭവങ്ങളൊക്കെ പങ്കുവച്ചതിൽ. നമസ്കാരം. ഫസ്റ്റ് നിങ്ങളുടെ പേരും സ്ഥലവും പിന്നെ നമ്മൾ LCH തുടങ്ങുന്നതിന് മുന്നുള്ള അനുഭവങ്ങളും ഇപ്പോഴുള്ള ഈ മാറ്റവും ഒക്കെ ഒന്ന് വിവരിക്കാം. എൻ്റെ പേര് OP ഹംസക്കുട്ടി, തിരൂരാണ് സ്ഥലം. ഞാൻ 40 വർഷമായിട്ട് ഗൾഫിലാണ്, ദുബായിലായിരുന്നു. 28 വർഷമായിട്ട് ഞാൻ ഷുഗർ രോഗിയാണ്. 13 വർഷമായിട്ട് ഞാൻ ഇൻസുലിൻ അടിക്കണം. 4 ഗുളികകൾ ദിവസം കഴിക്കുന്നു ഷുഗറിന് വേണ്ടിയിട്ടുള്ള. അതിലടക്ക് പ്രഷറിനൊന്ന്, കൊളസ്ട്രോളിനൊന്ന്, ഇങ്ങനെ നിരന്തരം വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഗൾഫ് ഒഴിവാക്കിയിട്ട് 1 വർഷമായി ഇപ്പം നാട്ടിൽ വന്നിട്ട് ഇവിടെ ചികിത്സിക്കാത്ത ഒരു ഹോസ്പിറ്റലും ഇല്ല. പക്ഷേ ഇങ്ങനെ കൂടി പിന്നെ ഇൻസുലിൻ്റെ പോയിൻ്റ് കൂട്ടുക എന്നല്ലാതെ, ഗുളികൻ്റെ പോയിൻ്റ് കൂട്ടുക എന്നല്ലാതെ, ഇൻസുലിനും ഗുളികയും കൂടി വരിക എന്നല്ലാതെ ഒരു മാറ്റം വരണില്ല. അങ്ങനെ ഞാൻ പിന്നെ മദ്രാസ് ഹോസ്പിറ്റലിൽ ഒരു 7 ദിവസം കിടന്നിട്ട് അവിടെ വളരെ പൂർണ്ണമായിട്ടൊരു ചെക്കപ്പൊക്കെ നടത്തിയിട്ട് ചികിത്സ നടത്തി. അതിവിടെ 260 റുപ്യേൻ്റെ ഇൻസുലിന് പകരം അവിടെ 560 എന്നല്ലാതെ വേറൊരു ഗുണം ഇതുകൊണ്ട് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുകൊണ്ട് യാതൊരു ഗുണമില്ല എന്നുള്ളത്. പക്ഷെ എന്താ ചെയ്യുക, നമുക്ക് വേറൊരു മാർഗം കാണാൻ പറ്റില്ല. അതിൻ്റെ ഇടയിലാണ് നമ്മളെ മുനീർ സാഹിബ് നേരിട്ട് ബന്ധപ്പെടുന്നത്, MLA മുനീർ സാഹിബിനേറ്റ് ബന്ധപ്പെടുന്നത്. മുനീർ സാഹിബ് പിന്നെ ഒരു മെഷീൻ ഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട്. പിന്നെ അദ്ദേഹം ചെയ്തിരുന്നെന്നുള്ള എനിക്കറിയായിരുന്നു. അപ്പോൾ അദ്ദേഹം അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിലാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്കും അതിനെപ്പറ്റി പഠിക്കണം എന്നുള്ളത് തോന്നി. അങ്ങനെ യൂട്യൂബിൽ LCHFൻ്റെ ഇത് സെർച്ച് ചെയ്തു. പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഒരു 1.5-2 മാസം പോലെ അതിന് പിന്നാലെ നടന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഹബീബ് സാറിനെ എല്ലാ പിന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ കേട്ടുകൊണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ ഇറങ്ങിയതിൻ്റെ ശേഷം 4.5 മാസമായി. അപ്പോൾ ഈ ഇൻസുലിൻ ഒഴിവാക്കിയിട്ട് ഗുളിക നിലനിർത്തിയിട്ട് ഞാനിത് തുടങ്ങണ മുന്നേ ഈ ഇൻസുലിനും പിന്നെ 4 ഗുളികയും കഴിക്കുന്ന സമയത്ത് 190, 200 ഫാസ്റ്റിംഗ് ഷുഗർ, ഈ 200ൻ്റെ താഴേക്ക് വരില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ അൽഹംദുലില്ലാ ഒരു ഇൻസുലിൻ ഒഴിവാക്കി, ഗുളികകൾ ഒഴിവാക്കി. ഇപ്പോൾ പിന്നെ കൊളസ്ട്രോളിനുള്ള ഗുളിക ഒഴിവാക്കി, പിന്നെ പ്രഷറിനുള്ള ഗുളിക ഒഴിവാക്കി. പ്രഷറിനുള്ള ഗുളിക ഒഴിവാക്കിയപ്പോൾ പിന്നെ പ്രഷർ കൂടി എനിക്ക്. അപ്പോൾ അത് ഹബീബ് സാറിനായിട്ട് ചോദിച്ചാൽ പറഞ്ഞ് പ്രഷറിന് പെട്ടെന്ന് തന്നെ നിങ്ങൾ കുറയ്ക്കാൻ ചുരുങ്ങിയത് 1 വർഷം പോലെ നിങ്ങൾ നോക്കിയിട്ട് കുറക്കാൻ പാടുള്ളൂ എന്നറിയാം. അങ്ങനെ വീണ്ടും ഞാൻ തുടങ്ങി. ഇപ്പോൾ അത് നോർമലിലെത്തി. പിന്നെ പ്രഷർ, ഇപ്പോൾ കൊളസ്ട്രോളും നോർമൽ, എല്ലാ വിഷയങ്ങളും ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ കംപ്ലീറ്റ് നോർമലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അതുപോലെ
ഈ നമ്മളിപ്പോൾ ശാരീരികമായിട്ട് എനിക്ക് ഈ ശരീരത്തിലൊക്കെ നീരായിരുന്നു. ഇപ്പം എൻ്റെ വെയിറ്റ് ഉള്ളത് 68 ഞാൻ, ഇപ്പോൾ 60 കിലോത്തിൽ ഒതുങ്ങി. ഇപ്പോൾ മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? ഇപ്പോൾ മരുന്ന് എന്നുള്ള ഇപ്പോൾ ഈ പ്രഷറിനുള്ള ഒരു ഗുളിക കഴിക്കണമെന്നല്ലാതെ വേറെ ഒരു ഗുളിക മരുന്നുകളും ഷുഗറിനും മറ്റുള്ളതിനും ഒന്നിനും ഞാൻ കഴിക്കണില്ല. അത് വലിയൊരു അനുഗ്രഹമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കാരണം 28 വർഷത്തിലടക്ക് എനിക്കൊരു വലിയൊരു അനുഭവമായിട്ടാണ് ഇത് മാറിയത്. പിന്നെ അതിൻ്റെ ശേഷം ഡോക്ടർമാരെല്ലാം കണ്ടിരുന്നു. ഞാൻ അഹല്യ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറെയാണ് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മദ്രാസിലൊന്നും ഉള്ള ബുദ്ധിമുട്ട് കാരണം. അപ്പോൾ അവിടുത്തെ ചികിത്സ തന്നെയാണ് അഹല്യയിലുള്ളത്. അപ്പോൾ അദ്ദേഹം അതിനുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് തരുന്നുണ്ട്. നിങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്തോളി എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അത് പറഞ്ഞ കാര്യങ്ങൾ ഈ ഡോക്ടറും നിർദ്ദേശിച്ചിട്ട് നമ്മൾ അഹല്യ. അപ്പോൾ അവിടുത്തെ ഡോക്ടറെ ചികിത്സയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇപ്പോൾ പരിപൂർണമായിട്ട് ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഈ ഡോക്ടർമാർക്ക് നമ്മളോട് വേറെ ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഇത് നമ്മളെ അനുഭവമുള്ള ഗുരു. നമുക്കിപ്പോൾ എവിടെ ചെന്നാലും ഇത് കുറവില്ല. ഏതൊരു മരുന്നുകൊണ്ട് കുറവില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഈ രോഗങ്ങൾ മാറില്ല എന്നുള്ളത് പരിപൂർണമായിട്ട് ഉറപ്പ് വന്നതിൻ്റെ പേരിലാണ് ഈ LCHFലേക്ക് ഞാൻ മടങ്ങി വന്നത്. മടങ്ങി വരാന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ സാധിച്ചു. അത് വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു. ശരീരമൊക്കെ കുറഞ്ഞപ്പോൾ ഒക്കെയുള്ള ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടുകാരും ഇപ്പോൾ നമ്മളെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കാരണം വേണ്ടുന്ന കാര്യങ്ങൾ അവർക്കൊക്കെ ബോധ്യപ്പെട്ട്, വീട്ടിലുള്ള ഭാര്യമാർക്കും എൻ്റെ മരുമക്കൾക്കും എല്ലാവർക്കും ബോധ്യപ്പെട്ടതിൻ്റെ അനുഗ്രഹത്തിൽ ഹബീബ് റഹ്മാൻ സാഹിബിന് വളരെ പ്രത്യേകം അനുമോദനം അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് ആരോഗ്യത്തോടുള്ള ദീർഘായുസ് കിട്ടാനുള്ള പ്രാർത്ഥന ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്. എന്തായാലും വളരെ സന്തോഷമുണ്ട് അനുഭവങ്ങളൊക്കെ പങ്കുവച്ചതിൽ. നമസ്കാരം. നിങ്ങളുടെ പേരും സ്ഥലവും പിന്നെ ഈ ഡയറ്റിലോട്ട് വരുന്നതിന് മുന്നുള്ള അനുഭവങ്ങളും അതിന് ശേഷമുള്ള അനുഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വിവരിക്കുക. എൻ്റെ പേര് റിയാസ് അബൂബക്കർ, കൊയിലാണ്ടിയാണ് സ്വദേശം. ഞാനും ഭാര്യയും 2 മക്കളും അടങ്ങുന്നൊരു കുടുംബമാണ്. എനിക്ക് ഷുഗറായിരുന്നു. ഒരു 35 വയസ്സിന് ശേഷം ഷുഗർ വന്ന് അനുഭവപ്പെട്ട് തുടങ്ങി. എൻ്റെ ഫാമിലിയിലുണ്ട് ഷുഗർ, ഉമ്മക്കും ഉപ്പക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഡയറ്റിങ് ഞാൻ ഇതിനെ പറ്റിയിട്ട് എൻ്റെ ഒരു ഫാമിലി ഗ്രൂപ്പിൽ പിന്നെ ഖത്തറിൽ നിന്ന് ഉള്ളൊരു എൻ്റെ ഒരു അനിയന്, വേളാപ്പൻ്റെ മകന് നബീലാണ് ഫസ്റ്റ് ഇത് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത് നമ്മളെ ഗ്രൂപ്പിൽ. അപ്പം ഞാൻ അതിനെ പറ്റിയിട്ട് പഠിച്ചപ്പോൾ പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത്, അന്ന് പിറ്റേന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് പെട്ടെന്ന് തന്നെ ഷുഗർ കൺട്രോളായി. ഷുഗർ വന്ന് തുടങ്ങിയെന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നെ കൈൻ്റെ ഇടയിലുള്ള മുട്ടുകൾ. അതിനു മുമ്പ് ഷുഗറിൻ്റെ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല, ഇൻസുലിൻ ഒന്നും ഇല്ല. പിന്നെ ഷുഗറിൻ്റെ ഒരു അരഗുളിയ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ആളാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ എനിക്ക് അതിൽ നിന്ന് പിന്നെ മാറാൻ കഴിഞ്ഞ്. പിന്നെ കൊളസ്ട്രോളും അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിക്കുന്നതുകൊണ്ട് നാട്ടിലെ കല്യാണം സൽക്കാരൊക്കെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ കൊളസ്ട്രോളും ഹൈ കൊളസ്ട്രോളും കൂടാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ വളരെ വ്യത്യാസമുണ്ട്. അതൊക്കെ നോർമലായി. ഇപ്പോൾ ഒരു നല്ലൊരു എനർജി ഉണ്ട് ജീവിതത്തിൽ, നല്ലൊരു എനർജി. നമ്മൾ അത്രയും ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ എനർജി കിട്ടും എല്ലാ കാര്യത്തിലും. നമുക്ക് ഓർമ്മശക്തി. ഇപ്പോൾ 6 മാസമായി ഞാൻ കറക്റ്റ് ഇതിൻ്റെ കയ്യിൽ അറിഞ്ഞത് മുതൽ ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ കണ്ടിന്യൂ ആണ്. ഇന്ന് രാവിലെ മുതൽ കണ്ടിന്യൂ ആണ്. ഇപ്പോൾ ഹസ്ബൻഡ് നിങ്ങൾ ഈ ഒരു ഡയറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? പൊതുവെ ഇപ്പോൾ എല്ലാവരും പറയൽ വീട്ടിലെ ഭാര്യമാർക്ക് അതൊരു ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. 2 തരം ഭക്ഷണം ആക്കണം വീട്ടിൽ, എനിക്കും മക്കൾക്കും വേറെ ആക്കണം. പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. മാറ്റങ്ങൾ എങ്ങനെയൊക്കെ വരുത്തുന്നത്? നല്ല മാറ്റങ്ങളുണ്ട്. ഷുഗറൊക്കെ കൺട്രോളായി. എനർജി ലെവലൊക്കെ എല്ലാം പോസിറ്റീവാണ്. ഡോക്ടർമാർ എവിടെയെങ്കിലും അതിന് ശേഷം എന്തെങ്കിലും ചെക്കപ്പ് എന്തെങ്കിലും നടത്തിയിരുന്നോ? മെട്രോയില് ഹൃദ്രോഗം ഞാൻ ചെക്ക് ചെയ്തിരുന്നു. എല്ലാം നോർമലാണ്. മുമ്പ് എന്തൊക്കെയോ എക്സസൈസ് ഒക്കെ ചെയ്ത് എല്ലാം നോർമലാക്കണമെന്നൊക്കെ പറഞ്ഞ് ഗുളിക പിന്നെ ഹൃദയത്തിൻ്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു വർഷം മുമ്പ്. അപ്പോൾ ഇതിൻ്റെ ശേഷം ഞാൻ 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഹൃദ്രോഗം ചെക്ക് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ വളരെ നോർമലാണ് എല്ലാം എന്നുള്ളൊരു ഗുഡ് ഇതാണ് എനിക്ക് കിട്ടിയത്. വളരെ പിന്നെ എൻ്റെ ഫുൾ സപ്പോർട്ട് എൻ്റെ വൈഫാണ്. ഭക്ഷണവും
ഇതൊക്കെ പിന്നെ അവരാണ് ഇതിന് സപ്പോർട്ട് ചെയ്യേണ്ടത്. വീട്ടിൽ സപ്പോർട്ടാണ് ഇതിൻ്റെ മെയിൻ. അവർ അനുകൂലിച്ച് നിൽക്കുകയാണെങ്കിൽ ഇത് സുഖമായിട്ട് ജീവിത ലൈഫ് മൊത്തം നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും. എന്തായാലും വളരെ സന്തോഷം. നമസ്കാരം. ഫസ്റ്റ് നിങ്ങളുടെ പേരും സ്ഥലവും പിന്നെ മറ്റേ ഡയറ്റ് ചെയ്യുന്നതിന് മുന്നുള്ള അനുഭവങ്ങളും ഇപ്പോൾ ഡയറ്റ് ചെയ്തു തുടങ്ങിയതിൻ്റെ ശേഷമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. എൻ്റെ പേര് അഹമ്മദ്, പയ്യന്നൂരാണ്. ഞാൻ 18 വർഷമായിട്ട് ഗുളിക കഴിച്ചുകൊണ്ടുണ്ടായിരുന്നു. അപ്പം ഇത് തുടങ്ങിയ മുതൽ ഗുളിക നിർത്തി. അപ്പം ഷുഗർ ഉണ്ടായിരുന്നു. ഇപ്പം ഷുഗർ നോർമലാണ്. അപ്പോൾ പ്രഷറും നോർമലാണ്. ഗുളിക രണ്ടിനും കഴിക്കുന്നില്ല. പിന്നെ ഇപ്പം മുമ്പത്തേക്കാളും കുറച്ചുകൂടി ഊർജ്ജസ്വരായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഓടാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ സാധാരണയായിട്ട് നടക്കാറുണ്ട്. അപ്പം ഓടുന്നും കൂടിയുണ്ട്. പിന്നെ മറ്റുള്ള ആരോഗ്യമായിട്ട് മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ചെക്കപ്പ് ചെയ്തിരുന്നു? ആ, ഇടയ്ക്ക് ചെയ്യാറുണ്ട്. എല്ലാം ഓക്കെയാണ്? ഓക്കെയാണ്. എൻ്റെ പേര് അബ്ദുൽ സമദ്. ഞാൻ പയ്യന്നൂർ കൗവായി എന്ന് പറഞ്ഞ പ്രദേശത്താണ്. പിന്നെ ഞാൻ ഡയറ്റിങ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 9 മാസത്തോളമായി. അപ്പോൾ ഞാൻ ആദ്യം ഡെയിലി 3 ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ആളാണ് ഷുഗറിന്. അപ്പോൾ അന്നത്തെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ നിർത്തി. നമ്മുടെ അതിനുശേഷം ഇപ്പോൾ എല്ലാം നോർമലാണ്. ഒരു കുഴപ്പമൊന്നുമില്ല. ഗുളിക കഴിക്കാത്തതിൻ്റെ ഒരു വിഷമമൊന്നുമില്ല. പിന്നെ എല്ലാം നോർമലാണ്. പ്രഷറും എല്ലാം നോർമലാണ്. അപ്പം നല്ലതായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു അഹമ്മദിനെ തന്നെ ഞാനാണ് ഈ കൂട്ടിലേക്ക് കൊണ്ടുവന്നത്. അതേപോലെ പല ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇവിടെ വരാത്ത ആൾക്കാരുണ്ട്. പങ്കുവെച്ചിട്ട് ഞാൻ വാട്സപ്പിലും കഴിയുന്ന വിധത്തിൽ എല്ലാവർക്കും ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് പങ്കുവെച്ചതിൽ. തുടർന്നും എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടക്കും. നമസ്കാരം. ആദ്യമായിട്ട് നിങ്ങളുടെ പേരും സ്ഥലവും പിന്നെ അതിനുശേഷം നിങ്ങൾ ഡയറ്റിലോട്ട് വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന അനുഭവങ്ങളും ഇപ്പോൾ ഡയറ്റ് തുടങ്ങിയതിന് ശേഷം ഉണ്ടായുള്ള മാറ്റങ്ങളും ഒക്കെ ജസ്റ്റ് ഒന്ന്. എൻ്റെ പേര് ബഷീർ. ഞാൻ കണ്ണൂരാണ് സ്ഥലം. പിന്നെ ഗൾഫിലായിരുന്നു 10-30 വർഷം. ഇപ്പോൾ നാട്ടിലാണ് 2-3 വർഷമായിട്ട്. എനിക്ക് ഒരു 10-20 വർഷമായിട്ട് ഇതുണ്ട്. പിന്നെ ഷുഗറിൻ്റെ അസുഖമുണ്ട്. അതോടൊപ്പം തന്നെ BP ഉണ്ട്, കൊളസ്ട്രോളൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻസുലിൻ അടക്കം തുടങ്ങിയിരുന്നു. ഇൻസുലിൻ അടക്കം ചെയ്ത് ഇൻസുലിനും ഗുളികയും ഒക്കെ ആയിട്ട് പോകുന്നതായിരുന്നു. ഇൻസുലിൻ അടിച്ചാൽ പോലും ഒരു പിന്നെ 250-300 പോകും. അഥവാ അടിച്ചിട്ടില്ലെങ്കിൽ കയറി അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഓരോ മരുന്നും കാര്യങ്ങളിങ്ങനെ നോക്കി. ഇപ്പോൾ ഒരാൾ എന്നോട് ഇവിടെ പഴയങ്ങാടിയിലുള്ള ഷാവുൽ ഹമീദ് എന്ന് പറഞ്ഞ ഒരാളിങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഈ പല രീതിയിലുള്ള അങ്ങനത്തെ ഒക്കെ പറയാറുണ്ട്, വ്യാജം. നമ്മളെ മോഹനം ബൈദറപ്പുറത്തൊന്നും ഞാൻ അംഗീകരിക്കില്ല, അതൊരു ശാസ്ത്രീയമല്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ വെറുതെ ഒന്ന് പിന്നെ മനസ്സുകൊണ്ട് ഇത് ഏതായാലും നമുക്ക് ഭക്ഷണമാണല്ലോ, ഒന്ന് പരീക്ഷിച്ച് നോക്കി എന്താ തകരാറ്. ഒന്ന് ആരോടും പറയാതെ സ്വകാര്യമായി ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കും. വെറും 3 ദിവസം പരീക്ഷിച്ച് നോക്കി. പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം നേരെ വന്നു 70. അപ്പോൾ ഞാൻ ഇൻസുലിൻ അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞോടോ നീ ഇൻസുലിൻ അടിച്ചാൽ ശരിയായിപ്പോൾ ഇൻസുലിൻ നിർത്തായി ഞാൻ അറിയില്ലായിരുന്നു എനിക്ക്. പിന്നെ ഇൻസുലിൻ നിർത്തി. പിന്നെ അതിന് ഇപ്പോൾ ഞാൻ ഏകദേശം 7 മാസത്തോളമായി. 1 മാസം കൊണ്ട് എനിക്ക് 13 കിലോ കുറഞ്ഞു. പിന്നെ അതിന് ശേഷം ഇപ്പം പിന്നെ അങ്ങനെ കുറഞ്ഞിട്ടില്ല, ഇതിൽ തന്നെ പോകുന്നുണ്ട്. ഇപ്പം പിന്നെ എനിക്ക് മരുന്നില്ല, ഇൻസുലിൻ ഇല്ല, BP പോലും മരുന്നില്ല. അതിൽ ഏറ്റവും എനിക്ക് 1 മണിക്കൂർ രാവിലെ ആദായം കിട്ടിയെന്നുള്ളതാണ്. എനിക്ക് വ്യായാമം ഞാൻ 1 മണിക്കൂർ നടക്കും, അതുപോലെ യോഗക്ക് പോവും, അതിനൊക്കെ പോകുമായിരുന്നു. പക്ഷേ പിന്നെ അതൊന്നും ഇല്ലാതെ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവങ്ങൾ എനർജിയും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇതാണ് എൻ്റെ പിന്നെ അനുഭവം. മാത്രമല്ല നമ്മളെ ഷുഗർ കാരണമായി ഉണ്ടാകുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പോലും നേരെ തിരിച്ച് പുതിയ രീതിയിലേക്ക് വന്നു. അപ്പോൾ ഭക്ഷണമാണ് മരുന്നെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു മാറ്റം ഉണ്ടായിരിക്കുകയാണ്. തീർച്ചയായിട്ടും. എന്തായാലും അനുഭവങ്ങൾ പങ്കുവച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. നമസ്കാരം. അത് നിങ്ങളുടെ പേരും സ്ഥലമൊന്നും പറയാം. ഞാൻ ബെന്നി, കണ്ണൂർ. ഓക്കെ, നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നതിന് മുന്നുള്ള അനുഭവങ്ങളും ഇപ്പോൾ ഉള്ള ഈ മാറ്റങ്ങൾ? ഫോളോ ചെയ്യുമ്പോൾ എനിക്ക് വെയിറ്റ് വല്ലാതെ കൂടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 83 കിലോ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എനിക്ക് ഷുഗറും പ്രഷറും ഒന്നും ഇല്ലെങ്കിലും വെയിറ്റ് കുറക്കണമെന്നും പറഞ്ഞ് ഞാൻ കുറേ നാൾ നടന്നു. പക്ഷേ അതിലൊന്നും ഒരു മാറ്റം കിട്ടുന്നില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഇത് ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇത് ഫോളോ ചെയ്തപ്പോൾ ഇപ്പം നിലവിൽ 6 കിലോ കുറഞ്ഞു. ഇപ്പം 83 ഉണ്ടായത് ഇപ്പം 75 കിലോ ഉള്ളൂ. അത് ഏകദേശം ഒരു 4 മാസമായി. അപ്പം ഞാൻ 1-2 മീറ്റിങ്ങിനൊക്കെ വന്നിരുന്നു ഇതിൻ്റെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പം ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്.
വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ? വേറെ എനർജി തന്നെ ഇത് കഴിഞ്ഞപ്പം പഴയതിനേക്കാളും കുറെ കൂടി ഒരു നല്ലൊരു ഉന്മേഷം ഫീൽ ചെയ്യുന്നു. എന്തായാലും വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചതിൽ. നമ്മളെ പ്രോഗ്രാമിനായിട്ട് ബന്ധപ്പെട്ടിട്ട് നമസ്കാരം. ആദ്യം നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് പറയാം. എൻ്റെ പേര് ജാഫർ ചീമാടൻ. ഞാൻ അബീബ് സാറിൻ്റെ നാട്ടിൽ തന്നെയാണ്, അരീക്കോടാണ് വീട്. നിങ്ങൾ LCFC തുടങ്ങുന്നതിന് മുന്നുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഞാൻ പൊണ്ണത്തടി ആയിരുന്നു എൻ്റെത്. പൊണ്ണത്തടിയും പ്രഷറും ഉണ്ടായിരുന്നു. പൊണ്ണത്തടി ഏകദേശം 102 കിലോനോളം ഞാനുണ്ടായിരുന്നു. പിന്നെ അത് പല വിധത്തിലും പല കോലത്തിലും നോക്കിയിട്ടും കുറക്കാൻ കഴിഞ്ഞിട്ടില്ല. എക്സസൈസ് ചെയ്തു, പിന്നെ പല ഹോസ്പിറ്റലിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. രാവിലെ ഓടലും പിടിക്കലും ഭക്ഷണം പല കോലത്തിലും ക്രമീകരിച്ചിട്ടും അതിനൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഇത് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം മാർച്ചിലാണ് ഞാൻ തുടങ്ങിയത്. 4 മാസം ഈ LCHF സ്ട്രോങ് ആയിട്ട് ചെയ്തു. ഏകദേശം 102 കിലോ ഞാൻ 79 കിലോ 23 കിലോ ഞാൻ കുറഞ്ഞിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ എൻ്റെ ആ ബോഡി കൺട്രോൾ ചെയ്താണ്ട് അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 2 കിലോനോ 3 കിലോനോ ഇപ്പോൾ കൂടിയിട്ടുള്ളൂ. ഇപ്പോൾ ഒരു മിക്സ് ആയിട്ടാണ്, അഥവാ LCHFന്ന് പിന്നെ ഫുൾ LCHF അല്ലാത്തൊരു കോലത്തിലാണ് ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് പോകുന്നത്. പലരും അഭിപ്രായപ്പെട്ടുന്നുണ്ട് ഇപ്പോൾ LCHFന്ന് വിട്ട് കഴിഞ്ഞെങ്കിൽ പിന്നെ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് തടി കൂടുമെന്നൊക്കെ പറഞ്ഞു. അതിന് നിങ്ങളുടെ അനുഭവങ്ങൾ? അത് എൻ്റെത് പൊണ്ണത്തടിയായിരുന്നു, പ്രഷറും പൊണ്ണത്തടിയായിരുന്നു. അതെന്തായാലും അത് ഇനിയിപ്പോൾ കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്നാണ് എൻ്റെ ശരീരം എനിക്ക് മനസ്സിലാകുന്നത്. ശരീരം കൂടുന്നുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ മറ്റുള്ള ആഹാരം കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതിനനുസരിച്ച് കുറച്ചൊക്കെ കൂടുന്നുണ്ട്. അത് നമ്മൾ കൺട്രോൾ ചെയ്ത് 2-3 ദിവസം പിന്നെയും അതേപോലെ ഒരാഴ്ചയൊക്കെ LCHF തന്നെ ചെയ്താൽ അത് താഴേക്ക് തന്നെ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്നും കൂടി ഞാൻ നോക്കിയതാണ് 82 കിലോനെ 79 3 കിലോനെ 4 മാസം 5 മാസം എല്ലാം മിക്സ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്ത് കഴിച്ചതിൻ്റെ ശേഷം ഇപ്പം 4 കിലോനെ 3 കിലോനെ കൂടിയിട്ടുണ്ട്. അപ്പം 48 ഇഞ്ച് വയറുള്ള ആളായിരുന്നു ഞാനിപ്പോൾ എൻ്റെ 39-38 ഇടയിലായിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനൊരു ഡ്രൈവറായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റെയറിങ്ങുമേ വയറ് തട്ടുന്നൊരു കോലമായിരുന്നു. ഇൻസൈഡ് ആക്കിയില്ലായിരുന്നു. ഇപ്പോൾ ഇൻസൈഡ് ആക്കി ടീഷർട്ട് ഇട്ട് എല്ലാം കണ്ടുവന്നു. ഏറ്റവും വലിയ ഗുണമാണ് പ്രഷറിൻ്റെ ഗുളിക 12 കൊല്ലം കഴിച്ചിരുന്ന ആളായിരുന്നു. ഇപ്പോൾ ഒരു ഗുളികയില്ലാതെ അൽഹംദുലില്ലാ ഒരു ഗുളികയില്ലാതെയാണ് ഇപ്പോൾ പോകുന്നത്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചതിൽ. നമസ്കാരം. ആദ്യം നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തുക, അതിനുശേഷം നിങ്ങളുടെ അനുഭവങ്ങൾ, ഫസ്റ്റ് ഉണ്ടായത് ബുദ്ധിമുട്ടുകളും പിന്നെ ശേഷം LCHF ഫോളോ ശേഷമുള്ള ആ ഒരു മാറ്റം അനുഭവങ്ങളും ഒക്കെ ഒന്ന് പങ്കുവെക്കുക. അബ്ദുൽ ഹമീദ്, മാടായി കണ്ണൂർ. ഞാൻ കണ്ണൂർ പയ്യന്നൂർ മാതമംഗലം എന്ന സ്ഥലത്താണ്. ഞാൻ ഷാഹുൽ ഹമീദ്, ഗൾഫിലായിരുന്നു. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ലിവർ ഫാറ്റ്, വയ്യായിട്ട് ഗൾഫ് വിട്ട് ഓടിയതാണ്, പേടിച്ച് ഓടിയതാണ്. അവിടെ വലിയ സംരംഭമില്ലായിരുന്നു, അതിൽ വിട്ടോടി. നാട്ടിലെത്തിയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം LCHF അറിയുകയും അതിൽ ഞാൻ ചെയ്തു. 1-2 ദിവസം കൊണ്ട് തന്നെ എനിക്കൊരു മാറ്റം സംഭവിച്ചു. അത് മുഖേന ഞാനിപ്പം 2ാമത് ഗൾഫിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുക. ജോലി എന്തും ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം. എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ 8 നമ്പർ ചെരുപ്പ് ഉപയോഗിച്ചത് ഇപ്പോൾ 7 ഉപയോഗിക്കുന്നു. അത്രയും കാലൊക്കെ വളരെ നോർമലിലേക്ക് വന്നു. വളരെ ഹാപ്പിയാണ്. ഞാൻ മുഖേന ധാരാളം ആൾക്കാർ വന്ന ഇൻ്റർവ്യൂവിലും കൊടുത്ത ആളുണ്ട്. ഷാഹുൽ ഹമീദ് എന്ന് പറയുന്നേക്കാം, എന്നെ കുടുക്കിയത് ഷാഹുൽ ഹമീദാണ്. ആ കുടുക്കി എന്ന് പറഞ്ഞാൽ എന്നെ രക്ഷപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ കാരണം തന്നെ കുറെ തുടങ്ങിയിട്ട് 20 മാസമായി. 20 മാസമായി. അതിനുശേഷം ഇപ്പം കുറച്ചും കൂടി ഒരു വണ്ണം വെച്ചോന്ന് ആൾക്കാർ പണ്ട് തുടങ്ങിയപാട് കണ്ടവർ ഇപ്പോൾ ചോദിക്കുന്നു, കുറച്ച് വണ്ണം വെച്ചോ. ഇപ്പോഴും ഡയറ്റ് തന്നെ ഒരു പ്രശ്നവുമില്ല. വളരെ ഹാപ്പി ആയിട്ട് ലോകത്ത് എവിടെയും പോകാൻ തയ്യാറാണ്. സാധാരണ എല്ലാവരും പറയലുണ്ട് മറ്റേ ഡയറ്റ് കൂടുതലായി കഴിഞ്ഞു വെച്ചെങ്കിൽ നല്ല പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് തന്നെ മെലിയും, പിന്നെ മറ്റേ ശോഷിച്ചിട്ട് ഒരു കാണാൻ പറ്റാത്തൊരു കോലായി മാറുന്നൊക്കെ. എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നു? അതാണ് നിങ്ങളുടെ ഈ മാറ്റം കാണുമ്പോൾ. എന്തായാലും വളരെ നിങ്ങൾ LCHF എല്ലാണ്. ഞാൻ ഇന്നും LCHF ആണ്, എന്നും. ഇതുപോലെ 20 മാസമായി. എൻ്റെ പേര് മുസ്തഫ ഉമർ. ഞാൻ കണ്ണൂർ പാപ്പൻശ്ശേരി. ഞാൻ ഇന്ന് ഇവിടെ എത്തിയത് തന്നെ, ഞാൻ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത്. അബുദാബിയിൽ ബിസിനസ് ചെയ്യുന്നതാണ്. ഞാൻ ഈ പ്രോഗ്രാമിനായിട്ട് ഇന്ന് വന്നതാണ്. ഈവൻ ഇതിനു മുമ്പ് നമ്മൾ ഈ ഡിസംബർ 5-ന് ഈ പരിപാടി ഓർഗനൈസ് ചെയ്തപ്പോഴും
ഞാൻ ഡിസംബർ 5 വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് വെച്ചാളാണ്. അത് ഒരാഴ്ച മുമ്പായിരുന്നു വന്ന പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഇതിൽ അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചതിൽ മാത്രമാണ് ഞാൻ ഇന്നലെ രാത്രി അബുദാബിയിൽ ഇവിടെ എത്തിയത്. മനസ്സിലായി. ഞാൻ കഴിഞ്ഞ 9 മാസമായിട്ട് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുക, LCHF ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെങ്ങനെ അറിഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഇതേമാതിരി ദുബായിൽ വിസിറ്റിന് ഒരു ദിവസം പോയപ്പോൾ എൻ്റെ സണ്ണിലോനെ മീറ്റ് ചെയ്തു. അപ്പോൾ സണ്ണിലോണ് എനിക്കിതിന് LCHFനെ പറ്റി പറഞ്ഞു തരുന്നത്. ഹബീബ് സാറിൻ്റെ ഒരു വീഡിയോ അയച്ചാണ്. വീഡിയോ അയച്ചതിൻ്റെ പറഞ്ഞ് പപ്പ ഇതൊന്ന് കേട്ട് നോക്ക്, എന്നിട്ട് പപ്പ ഡിസൈഡ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ. ഞാൻ കഴിഞ്ഞ 16 വർഷമായിട്ട് 11 ടാബ്ലറ്റ്സ് കഴിച്ചാളാണ്. ഡയബറ്റിക്സിന് മാത്രം 9 ടാബ്ലറ്റ്സ് ആയിരുന്നു. മനസ്സിലായി. അത് കൂടാണ്ട് യൂറിക് ആസിഡ്, കൊളസ്ട്രോള്, അങ്ങനെ ഒരു ഫാക്ടറി, ടാബ്ലറ്റ്സ് ഫാക്ടറി ആയിരുന്നു. എന്ന് വെച്ചാൽ ഓരോ മാസം ഞാൻ ചിലവാക്കിയത് ഏകദേശം 6000 രൂപയായിരുന്നു ഓൺലി ടാബ്ലറ്റ്സിന് വേണ്ടി മാത്രം ചിലവാക്കിയത്. 87 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ 73 കിലോ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേ നമുക്ക് ഭയങ്കര എന്നുവെച്ചാൽ ഒരു ടയർഡ്നെസ്, ഒന്നും ചെയ്യാനൊരു ഉത്സാഹമില്ല, ഒന്നുമില്ല. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ ഒരു 8 മാസമായിട്ട് എന്നുവെച്ചാൽ ഭയങ്കര നല്ല എനർജറ്റിക്കാണ്. മൂപ്പര് പറഞ്ഞവർ ഇനിയും ഗൾഫിലെല്ലാം എവിടെ വേണമെങ്കിലും എത്ര വർഷം വേണമെങ്കിലും അധ്വാനിക്കാമെന്നുള്ള ഒരു മാനസികമായിട്ട് പൊരുത്തപ്പെട്ടു പോയിരിക്കുകയാണ്. അതുകൂടാണ്ട് എൻ്റെ ഫാമിലി, എൻ്റെ ബ്രദർ, എൻ്റെ സിസ്റ്റർ, അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇഞ്ചക്ഷനാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇൻസുലിനാണ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഇത് പ്രകാരം അവരെല്ലാം ഇത് ഫോളോ ചെയ്യുമെങ്കിലും എല്ലാവർക്കും ഇപ്പോൾ എല്ലാം റിലീഫാണ്. ഞാൻ 11 ടാബ്ലറ്റ്സ് ഇപ്പോൾ ഒരു ടാബ്ലറ്റ്സ് എടുക്കാറില്ല. എന്നുവെച്ചാൽ 100% വിമുക്തമായിരിക്കാം ടാബ്ലറ്റ്സ് തന്നെ. അതുകൊണ്ട് ഇത് എല്ലാവരും ഫോളോ ചെയ്യണം, ഈ കേൾക്കുന്നവരൊക്കെ. പൊതുവെ ഒരു അഭിപ്രായമുണ്ട്, ഈ ഒരു ഡയറ്റ് സാധാരണക്കാർക്കൊന്നും പറ്റുന്നില്ല, സാധാരണക്കാർക്കൊന്നും പറ്റില്ല, അത് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മറ്റേ പണക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു ഡയറ്റാണ്. എന്താണ് അത് വെറുതെ പറയുന്നതാണ്. എന്താണ് നമ്മൾ എന്താണ് കഴിക്കുന്നത്, അധികമായിട്ട് എന്താ നിങ്ങൾ കഴിക്കേണ്ട ആവശ്യമുള്ളത്? ആർക്കും വാങ്ങിക്കാൻ പറ്റുന്ന 2 മുട്ട ഒരു ദിവസം. രാവിലെ നമ്മൾ തന്നെ രാവിലെ എന്താ കഴിക്കുന്നത്? രാവിലെ എഴുന്നേറ്റാൽ ഒരു ബട്ടർ കോഫി വിത്ത് 2 എഗ്ഗ്. മനസ്സിലായി. നിങ്ങൾ എല്ലാ ദിവസവും കാഷ്നട്ടോ അല്ലെങ്കിൽ ബദാംസോ കഴിക്കണമെന്നില്ല. കഴിച്ചാൽ തന്നെ 1 കിലോ ബദാം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് 2 മാസം എത്തും. എന്ന് വെച്ചാൽ മനസ്സിലായി 10 ബദാം കഴിക്കാൻ പറയുന്നുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അത് നിർബന്ധമൊന്നുമില്ല, മനസ്സിലായി, വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ കഴിക്കുക, വെജിറ്റബിൾസിന് എന്താ പ്രൈസ് ഉള്ളത്? നമ്മൾ മട്ടനോ ചിക്കനോ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നേരമാണ് മട്ടനായാലും ഇനി ബീഫായാലും അല്ലെങ്കിൽ ഫിഷ് ആയാലും നമ്മൾ കഴിക്കുന്നത് ഒരു നേരം 150 ഗ്രാം കഴിക്കുന്നത്. അതിന് നമ്മൾ മാർക്കറ്റിൽ എന്താണ് വിലയുള്ളത്? അത് വെറുതെ പറയുന്നതാണ്. എന്തായാലും സന്തോഷമുണ്ട്. കോസ്റ്റിന്റെ പ്രശ്നമേ ഇല്ല. നമ്മൾ ഈ ഡോക്ടറിന് ഒരു മാസം നിങ്ങൾ 6000 രൂപ ഒരു ഡോക്ടറെ കാണുന്നതിന്, ഒരു കാർഡിയോ ഡോക്ടറെ കാണുന്നതിന് നിങ്ങൾ 1000 റുപ്പീസാണ് ഇപ്പം. അത് കൂടാതെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ ഇപ്പോഴും അതിശയമായി തോന്നാറുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം ഞാൻ ചെന്നൈ ചെന്ന്, എൻ്റെ അപ്പോളോയിലാണ് എൻ്റെ ഡോക്ടർ. ഞാൻ ഇത് 8 മാസം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റിപ്പോർട്ട് എടുത്തിട്ട് അവിടെ ചെന്നിട്ട് മൂപ്പര് എൻ്റെ ഈ റിപ്പോർട്ട് എഗ്രി ചെയ്തില്ല. എന്നിട്ട് എന്നോട് നിങ്ങൾ ഇവിടെ നിന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ചെക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഓക്കെ നിങ്ങളിപ്പം കഴിക്കുന്ന പുള്ളി ഒരു 11 മെഡിസിൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. എന്നോട് എല്ലാം കണ്ടിന്യൂ ചെയ്തോളൂ ഇപ്പോൾ ഇതേമാതിരി തന്നെ, വേറൊന്നും ചെയ്യാനില്ല, റിസൾട്ട് എല്ലാം വളരെ നല്ലതാണ്, നിങ്ങൾ ഇതേ മെഡിസിൻ തന്നെ റിപ്പോർട്ട് എന്നെ കണ്ടിന്യൂ ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. ഞാനൊന്നും മിണ്ടിയില്ല. ഞാനിങ്ങനെ കീറ്റോ ചെയ്യുന്ന, LCHF ചെയ്യുന്ന ചെയ്യാതെ പിന്നെ മൂപ്പര് എനിക്ക് അതിനെ പറ്റിയുള്ള കുറേ നല്ല വശങ്ങളെല്ലാം അറിയാം. അത് വളരെ എഫക്റ്റ് ഉണ്ട് എന്ന് പറയും, അത് നമ്മളെ മിസ്ഗൈഡ് ചെയ്യും. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഞാൻ ഡോക്ടർക്ക് അറിയില്ലായിരുന്നു നമ്മളെ മരുന്ന് എന്താന്നുള്ളത്, ഡോക്ടർക്ക് അറിയില്ലായിരുന്നു. മനസ്സിലായി. നമ്മളിപ്പോൾ ഏറ്റവും വലിയ ഡോക്ടർ ഹബീബ് സാറാണ്, നമുക്കിപ്പോൾ വലിയ ഡോക്ടർ. മനസ്സിലായി. വളരെയധികം സന്തോഷമുണ്ട്. അബ്ദുൽ സത്താർ, കണ്ണൂർ അഴീക്കോട. LCHF സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. മിസ്റ്റർ മുസ്തഫ പറഞ്ഞതനുസരിച്ചിട്ട് ഷുഗറിലൊക്കെ വ്യത്യാസമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ല, പക്ഷേ കുറേ 1 മാസം ആവുന്നേ ഉള്ളൂ. ഞാൻ അബ്ദുറഹ്മാൻ, തിരൂര്. പിന്നെ എനിക്ക് ഹൈ ഷുഗർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് അസുഖങ്ങൾ മാറി. മൂത്രത്തിന് പ്രശ്നം, ഒരുപാട് അസുഖങ്ങൾ മാറി. പ്രോസ്റ്റേറ്റ് വീക്കം. അത് എൻ്റെ അനുഭവം പറഞ്ഞതിലധികം ഞാൻ എൻ്റെ 88 വയസ്സായ ഉപ്പ, 78 വയസ്സായ ഉമ്മ, ഷുഗർ, ശരീരം ആശകലം വേദന, കാൽമുട്ട് വേദന, കാലിൽ നീര്, ഇങ്ങനെ. പിന്നെ അവർക്ക് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഈ ഭക്ഷണമൊക്കെ ചോറ് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരെ ഉൾക്കൊള്ളാനുള്ള പ്രയാസം, അതൊക്കെ പടച്ചവൻ്റെ അനുഗ്രഹത്താൽ അവർ അതൊക്കെ തരണം ചെയ്ത് അവർ ഭംഗിയായി ഇന്ന് നല്ല ഭക്ഷണം കഴിച്ച് അവർ ഒരസുഖവും ഇല്ലാതെ, ഒരു മരുന്നും കഴിക്കാതെ 88 വയസ്സ് ഉപ്പാക്കും 78 വയസ്സ് ഉമ്മാക്കുമായി. നോർമലി ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് പ്രായ ആൾക്കാർക്കൊന്നും ഈ ഡയറ്റ് പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവർക്ക് വരുന്നുണ്ട്? ഇല്ല, അങ്ങനെ അവരെ മനസ്സിലാക്കാനുള്ള ഒരു പ്രയാസം ഉണ്ടാവും. അവരത് നമ്മളുള്ള സ്നേഹപരിചരണം ആണ് പ്രധാനം.
ഞാൻ അവിടെ തന്നെ അവരെ കൂടെ തന്നെ താമസിച്ച് 15 ദിവസം ഗൾഫിൽ നിന്ന് അതിനായിട്ട് ലീവിന് വന്ന് ഞാനിത് എടുത്തതിൻ്റെ ശേഷം എനിക്കിത് ബോധ്യപ്പെടുത്താതെ എനിക്ക് പ്രയാസം, എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും ചേർക്കാതെ പ്രയാസം വന്നതിപ്പോൾ ഞാൻ അതിനായിട്ട് 15 ദിവസം ലീവ് എടുത്ത് അവരെ കൂടെ തന്നെ താമസിച്ച് സാധനങ്ങളൊക്കെ കൊടുന്ന് അവരെ ഇത് പഠിപ്പിച്ച് ഒട്ടുമിക്ക ഗുളികകളും അതോടുകൂടി ഒഴിവാക്കി. ഇപ്പോൾ എല്ലാ ഗുളികകളും ഒഴിവാക്കിയിട്ടാണുള്ളത്. അതിപ്പോൾ ഒരു 5 മാസമായി അവർ അത് തന്നെ അനുവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നും ഞാൻ ഇതിനായിട്ട് സബ്മിറ്റിനായിട്ട് വന്നതാണ്. ഇന്നലെ നോക്കിയപ്പോഴും വളരെ ഹാപ്പിയാണ്. കുറച്ചും കൂടി നല്ല സന്തോഷവാനും മെൻ്റലി മാനസികമായി കൂടുതൽ ഹാപ്പിയാണ്. അതാണ് എനിക്കുള്ള അനുഭവം. മാനസികമായി വളരെ സംതൃപ്തിയാണ്. ഞാൻ ഒരുപാട് എനർജറ്റിക്കായി, ഒരുപാട് എനിക്ക് കച്ചവടത്തിൽ കൂടുതൽ ഉന്മേഷവാനായി, കൂടുതൽ എല്ലാ പ്രവൃത്തികളും ചെയ്യാനും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും പടച്ചവൻ എന്നെ പ്രാപ്തനാക്കി. അതിന് സഹായിച്ച എൻ്റെ എല്ലാ സുഹൃത്തുക്കളും അതുപോലെ ഹബീബ് സാറിനും നന്ദി പറയാണ്. എൻ്റെ പേര് ഹസൈൻ. ഞാൻ ഫറൂഖ് കോളേജിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പെൻഷനായിട്ട് ഒരു 5 വർഷമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ യാദൃശ്ചികമായിട്ട് ഈ LCHF പിന്നെ വാട്സപ്പിലൂടെ എത്തിപ്പെട്ട് അങ്ങനെ വന്ന് കൂടുതൽ അറിയാനും ഒക്കെ ഇടവന്ന് പിന്നെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ക്യാമ്പുകൾ നടക്കുമ്പോൾ ഒക്കെ വരാറുണ്ട്. അങ്ങനെ വന്ന് പിന്നെ ആദ്യമൊക്കെ പാർട്ടിയിൽ വന്ന് പിന്നെ ഇപ്പോൾ ഏതാണ്ട് പിന്നെ നമ്മളതിൻ്റെ സൗകര്യങ്ങളും അതിൻ്റെ ഗുണങ്ങളും കണ്ട് ഫുള്ളായിട്ട് വന്നതാണ്. അതുകൊണ്ട് കൂടി 300-ന് മേലെ ഷുഗർ ഉണ്ടായിരുന്നു. അതുപോലെ മറ്റ് 63 വയസ്സായല്ലോ. അപ്പോൾ അതിൻ്റെതായ മറ്റ് അസുഖങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പോസ്റ്ററേറ്റ്, കാല് കടച്ചിൽ, ഇപ്പോൾ ബാക്ക് പെയിൻ, ഇങ്ങനെയുള്ള ഒരുപാട് എല്ലാം പോയി. ഇപ്പം പിന്നെ മുന്നേ ആൾ പറഞ്ഞ പോലെ എന്താ പറയുക, പൂർവാധികം ഒരു എനർജറ്റിക്കായിട്ട് എല്ലാറ്റിനും ഒരു ഉന്മേഷമുള്ള കോലത്തിൽ മെയിനായിട്ടൊരു ഗുണം കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പ്രായമുള്ള ആളുകളൊക്കെ ഈ വെളുപ്പിന് എഴുന്നേൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ടിൻ്റെ ഒരു മടി നമുക്കില്ല. ഉന്മേഷത്തോടു കൂടി നമ്മൾ എഴുന്നേൽക്കാനും നമ്മളെ പ്രഭാത കർമ്മങ്ങളിലേക്കും മറ്റ് പള്ളിയിൽ പോക്കിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വളരെ. അല്ല, ഞാനും പാർട്ടിലി വൈഫും പിന്നെ കുട്ടികളുണ്ട്, വിദേശത്ത് കുട്ടികളുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ്. വളരെയധികം സന്തോഷമുണ്ട് അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചതിൽ. ആദ്യം നിങ്ങളുടെ പേരും നാടും. ഞാൻ മുസ്തഫ, ബൈ ബർത്ത് കോഴിക്കോട്ടുകാരനാണ്. പക്ഷേ കർമ്മം കൊണ്ട് ഇപ്പോൾ പോണ്ടിച്ചേരി സ്റ്റേറ്റിൻ്റെ ഭാഗമായ മാഹിയിലാണ്. അവിടെ ഒരു ഗവൺമെൻറ് ഹൈസ്കൂളിൽ പ്രധാന അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. ഉസ്മാൻ ഗവൺമെൻറ് ഹൈസ്കൂൾ, ചാലക്കര. ഇതെൻ്റെ ഭാര്യ. ഞാൻ ആയിഷ, തലശ്ശേരി എയ്ഡഡ് സ്കൂൾ മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഈ ഡയറ്റിലോട്ട് വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്നുള്ള ആ അനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും പിന്നെ അതിന് ശേഷം ഉണ്ടായുള്ള മാറ്റങ്ങളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിവരിക്കാം. ഇപ്പോൾ അധ്യാപക ദമ്പതികൾ എന്ന നിലയിൽ ഞങ്ങൾ പൊതുവേ നമ്മൾ ആരോഗ്യകാര്യത്തിൽ കുറച്ച് അവെയറുള്ള ആളുകൾ തന്നെയാണ്. ഇപ്പോൾ ഷുഗർ ആയാലും അതുപോലെ സാധനം അതിൻ്റെ കൺസെപ്ഷനിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എങ്കിലും പിന്നെ ഈ എൻ്റെ ഭാര്യ ഇവളുടെ ഉപ്പയ്ക്കും ഉമ്മക്കൊക്കെ ഷുഗർ ഉള്ളതുകൊണ്ട് ആദ്യമേ ഷുഗർ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും വളരെയധികം കൺട്രോൾ ചെയ്യുന്ന ആൾ ടീച്ചറാണ്. നമ്മൾ പ്രകൃതി ചികിത്സയായാലും യോഗാസനമായാലും പിന്നെ നടത്തമായാലും ഇങ്ങനെ കുറേ എന്നെ ബുദ്ധിമുട്ടി രാവിലെ എടുപ്പിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ എല്ലാം ഇഷ്ടംപോലെ കഴിക്കുന്ന ആൾ, തൽക്കാലം പ്രശ്നമൊന്നും ഇല്ലാത്ത ആളായിരുന്നു. അപ്പോൾ നോക്കുക, ഇവക്ക് ഇങ്ങനെ ഈ ആർത്രൈസിൻ്റെ ചെറിയ പ്രശ്നവും പിന്നെ യൂറിക് ആസിഡിൻ്റെ ചെറിയ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ, കഠിനമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആയിഷയാണ് ഇതിലേക്ക് വന്ന് നോക്കിയപ്പോൾ അവൾക്ക് പക്ഷേ ഒറ്റക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇവളെ സങ്കടം കണ്ടിട്ട് ഞാൻ ജോയിൻ ചെയ്തതാണ്. പക്ഷേ ജോയിൻ ചെയ്ത് നോക്കുമ്പോൾ പിന്നെ ഇവളെക്കാൾ കൂടുതൽ എനിക്ക് എഫക്റ്റ്. കാരണം എൻ്റെ രണ്ടാമത്തെ മകളെ കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ സൽക്കാരെല്ലാം കഴിഞ്ഞ് ഞാൻ പോയി ഒരു ഷുഗറിൽ നോക്കിയപ്പോൾ എനിക്ക് 250ഓളം ഷുഗറും 250ഓളം കൊളസ്ട്രോളും 300-ലധികം ഷുഗറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവക്ക് പേടി. ഇവള് പറഞ്ഞ് നിങ്ങൾക്ക് രോഗം വന്നാൽ ഞാൻ വന്നു പോകും. ഞാൻ പറയുന്ന പിന്നെ LCHF തരക്കേടില്ല, എന്താ പട്ടിണി കിടക്കാറൊന്നും പറയുന്നില്ലല്ലോ. ചോറും മറ്റേ ചപ്പാത്തി ഒന്നും കഴിക്കുന്നത്, മീനും ഇറച്ചി, മുട്ടയൊക്കെ ഞാൻ വളരെ കുറവായിരിക്കില്ല, ഇറച്ചിയെല്ലാം ഞാൻ വളരെ കുറവായിരിക്കില്ല. എനിക്ക് പേടിയുണ്ട്, ബുദ്ധിമുട്ടുണ്ടാക്കാൻ. ഇതൊക്കെ കഴിക്കാന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എനിക്കിഷ്ടമായി. കാരണം വെച്ചാൽ രാവിലെ 2 മുട്ടയിലോട് പോയിട്ട് വരും, മറ്റു മുട്ട അടുപ്പിക്കില്ല. പിന്നെ ബീഫെല്ലാം ഇഷ്ടം പോലെ വാങ്ങും, പക്ഷെ ഇഷ്ടം പോലെ കഴിക്കാറില്ല, ഒരു 200 ഗ്രാമിന് താഴെ കഴിക്കാറുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ട്രമൻഡസ് ചേഞ്ച്. 2 ആഴ്ച കൊണ്ട് എൻ്റെ ഷുഗറൊക്കെ പക്ക നോർമലായി. പിന്നെ കൊളസ്ട്രോളും 200-ൻ്റെ 210-ൻ്റെ ഇടയിലായി. പിന്നെ അപ്പോൾ ഞാൻ പിന്നെ ഇതിനെ കുറേ പോലെ നോക്കുമ്പോൾ 73 കിലോ ഉള്ള ഞാൻ 63 കിലോ ആയി. എനിക്ക് 65 കിലോ ആണ് വെയിറ്റ് വേണ്ടത്, 165 എൻ്റെ ഹൈറ്റ്.
പക്ഷെ ടീച്ചർക്ക് അങ്ങനെ പെട്ടെന്ന് വെയിറ്റ് കുറയുന്നില്ല. പക്ഷേ ഷുഗറും കൊളസ്ട്രോളൊക്കെ വളരെ നോർമലായി. പ്രഷർ നോർമലാണ്. പക്ഷേ ഹബീബ് സാഹിബിൻ്റെ ഒക്കെ നിർദ്ദേശം അനുസരിച്ചിട്ട് പ്രഷറിന് ഒരു ഹാഫ് ഗുളിക കുടിക്കുന്നത് നിർത്തിയിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് LCHF എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് സന്തോഷം കൊണ്ടുവന്നൊരു സാധനമാണ്. കാരണം അത് പരസ്യമൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ലീവ് എടുത്തിട്ട് നമ്മൾ രണ്ടാളും വന്നിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഇത് വളരെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം റംസാൻ നോമ്പൊക്കെ എടുക്കുന്ന ആൾക്കാരെ ഞങ്ങൾ നോമ്പെടുത്ത് കഴിഞ്ഞാൽ വളരെയധികം പിന്നെ വലിയൊക്കെ ചെയ്യും. പക്ഷേ അത് കഴിയുമ്പോഴത്തേൻ്റെ ആക്ടിങ് തടിക്കും. പക്ഷെ ഇതെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഇതുവരെ ഏതൊരു ഫാസ്റ്റിംഗ് എടുക്കുമ്പോഴില്ലാത്തൊരു സുഖമുണ്ട്. പിന്നെ നമുക്കങ്ങനെ ഹബീബ് സാറിന് തന്നെ വാക്കുണ്ട്, നിങ്ങളൊന്നും ഹറാമാക്കണ്ടപ്പാ, വേറെ നിവൃത്തിയില്ലാതെ നിങ്ങൾ കഴിച്ചോ, അത് പ്രശ്നമൊന്നുമില്ല. പിന്നെ വേറൊന്ന് നമുക്ക് കിട്ടിയത് ഇത് യൂട്യൂബ് വഴിയൊക്കെ കിട്ടിയത്, നിങ്ങൾ അഥവാ അങ്ങനെ ഒരു പ്രാവശ്യം കഴിക്കേണ്ടി വന്നാൽ നിങ്ങൾ ജസ്റ്റ് നെക്സ്റ്റ് ഡേ ഒരു വാട്ടർ തെറാപ്പിയിലേക്ക് പോയിക്കോ. അപ്പോൾ നമ്മൾ ഉപ്പിട്ട നാരങ്ങ വെള്ളം ഡീഓക്സിഡൻ്റ് ആണല്ലോ. നമ്മൾ ഈ ഇറച്ചിയും ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ്സ് ധാരാളം കഴിക്കുമ്പോൾ ഡീഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതത് ഉണ്ടാവാത്തതുകൊണ്ട് ഉപ്പ് നാരങ്ങ വെള്ളം. അപ്പോൾ ഞാൻ ഇപ്പോൾ രാവിലെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കുട്ടി ഉപ്പ് നാരങ്ങ വെള്ളം കലക്കിയിട്ട് പിന്നെ ഉപ്പ് നാരങ്ങ വെള്ളം കലക്കിയിട്ട് പിന്നെ തരിക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു ഉച്ച വരെ നമ്മളത് കുടിക്കും. പിന്നെ എൻ്റെ സ്കൂളിലെല്ലാം വലിയ കൗതുക ആൾക്കാർക്ക്. ഞാൻ സാധാരണ ഉച്ചയ്ക്ക് നല്ല സാമ്പാറും ചോറില എല്ലാം അടിക്കുന്ന ആളാണ്. ഇപ്പോൾ അതൊന്നും കഴിക്കുന്നില്ല. പക്ഷേ മാഷക്ക് എനർജിക്ക് ഒരു കുഴപ്പമില്ല. പൊതുവേ എനിക്ക് തോന്നിയത് ഞാനിപ്പോൾ എൻ്റെ ഒരു 25-28 വയസ്സിലെ രൂപത്തിലേക്ക് എൻ്റെ ശരീരം പോയി സത്യത്തിൽ. അപ്പോൾ ആളുകൾ പറഞ്ഞ് ക്ഷീണിച്ചോ വയസ്സായി പോയതെല്ലാം പറയാം. പക്ഷേ ഞാൻ ഫോട്ടോയിൽ എടുത്ത് നോക്കുമ്പോൾ ഒരു 20 years ചാലഞ്ചിലേക്ക് പോയി ബാക്കോട്ടാണ് പോയത്. പക്ഷെ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് എൻ്റെ ഭാര്യ. ഇപ്പം നമ്മളായിട്ട് ബന്ധപ്പെട്ട് ആരെയും നമ്മൾ നിർബന്ധിക്കാറില്ല. എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറയും യൂട്യൂബ് നോക്കൂ, LCHF പിന്നെ ഗൂഗിൾ നോക്കൂ, നമ്മളത് കേട്ടിട്ട് ചെയ്യണ്ട, ഓരോരുത്തരും ഓരോ രീതിയിൽ എഫക്റ്റ് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നുന്നു നമ്മളെ ഈ ഒരു ഓൾഡ് ഏജിലേക്ക് വരുമ്പോൾ കിട്ടിയൊരു ഭാഗ്യത്തിനെ തൽക്കാലം ഞാൻ കാണുന്നത്. പൊതുവേ ഈ സ്ത്രീകൾക്ക് ഈ ഒരു ഡയറ്റിനോട് ഒരു ചെറിയൊരു മതിപ്പുകേടുണ്ട്. കാരണം ചോറ് ഒഴിവാക്കുക മറ്റുള്ളതൊക്കെ പറയുമ്പോൾ അതൊരു ഇഷ്ടക്കേട് തോന്നാറുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഈ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടായുള്ള അനുഭവങ്ങളൊക്കെ? ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അടുക്കളയിലുള്ള വർക്ക് കുറഞ്ഞു എന്നുള്ളതാണ്. വർക്ക് കുറഞ്ഞിട്ടുണ്ട്. കാരണം രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ബട്ടർ കോഫി, നട്ട്സോ പിന്നെ ഒരു മുട്ട പുഴുങ്ങിയിട്ടോ എന്താ കഴിച്ചാൽ അപ്പോഴും നമുക്ക് വിശപ്പ് അറിയുന്നേ ഇല്ല. പിന്നെ വെജിറ്റബിൾ സാലഡ്, പിന്നെ അത്യാവശ്യം ചിലപ്പോഴും മീൻ വാങ്ങുന്നു, കറി വെക്കുന്നു, അങ്ങനെ അല്ലാണ്ട് പണിയിൽ നിന്ന് ഒരുപാട് ലാഭമുണ്ട്. പിന്നെ അതല്ല, അത് ഞാൻ കുറച്ച് തമാശയായി പറഞ്ഞു എന്നേ ഉള്ളൂ, നല്ല വ്യത്യാസമുണ്ട്. സാധാരണ സ്ത്രീകൾക്കുള്ള ഒരു അഭിപ്രായമാണ് ചോറിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളത്. ഇല്ല, എനിക്ക് പക്ഷേങ്കിൽ അതല്ല, ആ ഒരു തോന്നൽ എനിക്കില്ല. ഒരു ടീച്ചറായതുകൊണ്ടായിരിക്കാം. പിന്നെ അല്ലെങ്കിൽ തന്നെ കേരളത്തിലുള്ളവർ ഇതിപ്പോൾ ഇതിനെന്താ സൈഡ് എഫക്റ്റ് ഉണ്ടോയെന്നൊന്നും അറിയില്ല, ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു എല്ലാം പോസിറ്റീവായി എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊന്നും ഉണ്ടാവില്ലെന്ന് തന്നെ വിചാരിക്കുന്നു. പക്ഷേ കാർബോഹൈഡ്രേറ്റ് എന്തായാലും കേരളീയർ ഒരുപാട് കൂടുതലാണ് കഴിക്കുന്നതെന്നൊരു അഭിപ്രായമുണ്ട്. രാവിലെയും നമ്മൾ തലശ്ശേരി മുസ്ലിംസ് പൊതുവെ രാവിലെ ഉച്ചയ്ക്ക് രാത്രിയൊക്കെ അരി ഭക്ഷണം കഴിക്കുന്നവരാണ്. പിന്നെ പലഹാരങ്ങളിലും അരി കൊണ്ടുണ്ടാക്കിയത് തന്നെയാണ് ഏറ്റവും രുചികരമൊക്കെ. അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ നാവിന് ടേസ്റ്റുള്ള കുറേ കാര്യങ്ങൾ കഴിക്കാമെന്നാണ് ഇതിൽ പറയുന്നത്. നാവിന് വയറെന്നുള്ള നാവിന് എനിക്ക് പൊതുവേ മുട്ട ഇഷ്ടമായിരുന്നു. പിന്നെ ഇറച്ചി, ബീഫ്, പിന്നെ ഈ അണ്ടിപ്പരിപ്പ്, ഇതൊക്കെ നല്ല ഇഷ്ടമായിട്ട് ഞാൻ ഒരു ഭയത്തോടു കൂടി മാറ്റി വെച്ചതാണ്. അതൊക്കെ ഇപ്പം സമാധാനത്തോടു കൂടി ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഞാൻ പറയാന്ന് വെച്ചാൽ ഞാൻ ഇവരോട് പറയൂ, ഞാൻ കുറേ ആയിട്ട് മുട്ടയൊക്കെ ലിമിറ്റഡാ. പക്ഷെ ഞാൻ പറയും ഇത്രയും മുട്ട ഇറച്ചിയെല്ലാം കഴിക്കാൻ പഠിച്ചോ യോഗം വെച്ചിട്ടുണ്ട്. അപ്പോൾ LCHF വന്ന്, പക്ഷേ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് കേട്ടോ, ഞങ്ങളോട് ചോദിക്കുന്ന ഇഷ്ടംപോലെ കഴിക്കല്ലേ ഇത്. അത് നമ്മൾ എപ്പോഴും തിരുത്തും. നോ, ഇഷ്ടംപോലെ കഴിക്കാൻ പാടില്ല, ലിമിറ്റ് വെച്ച് മാക്സിമം ഒരു 200 ഗ്രാമാണ് പറയുന്നത്. അത് നമ്മൾ പാലിക്കാറുണ്ട്. എന്നതുകൊണ്ട് അൽഹംദുലില്ലാ ഇതുവരെ ഒരു 6 മാസമായി നമ്മൾ ഈ വേണമെങ്കിൽ നമ്മളൊരു LCHF ദമ്പതികൾ എന്ന് പറയാം. നമ്മൾക്ക് ഇനിയിപ്പോൾ നമ്മൾ കുട്ടികളും കുറേ ഈ സലാഡ് പോലത്തെ എല്ലാം കഴിക്കുന്ന ഒരു രീതിയിലേക്ക്. പിന്നെ അതിൽ നമുക്ക് കുറേ പുതിയ നമസ്കാരം. ആദ്യം നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് പരിചയപ്പെടുത്തുക. അതിനുശേഷം നിങ്ങളുടെ ഈ LCHFിലോട്ട് വരുന്നതിന് മുന്നുള്ള അനുഭവങ്ങൾ, എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നത്, LCHF തുടങ്ങിയതിന് ശേഷം എത്ര നാളായി തുടങ്ങിയതിന് ശേഷമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. എൻ്റെ പേര് അബ്ദുൽ നാസർ, ഒരുമനിയൂർ ആണ് സ്ഥലം. എനിക്ക് ഈ സ്റ്റാർട്ടിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ വൈഫിനും അനുജനായിരുന്നു ഈ ഏറ്റവും കൂടുതൽ ഈ ഇൻസുലിനൊക്കെ എടുത്തിട്ടുള്ള പരിപാടി. ഇതൊക്കെ അത്
കഴിഞ്ഞ നമ്മുടെ LCHFന്റെ സബ്മിറ്റ് സമയത്താണ് അത്. അതിൻ്റെ മുമ്പ് നമ്മൾ തുടങ്ങി, അന്ന് നമ്മൾ ഇതിനെ പറ്റി പറഞ്ഞിരുന്നത്. പിന്നെ ഇപ്പോൾ അവർ ഇൻസുലിനൊക്കെ നിർത്തിയിരിക്കണ്. അനുജന് ഫുള്ളായിട്ട് മരുന്ന് നിർത്തി. അവൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാറിയിട്ടുണ്ട്. വൈഫിനും ഇനി ഇപ്പോൾ ഈ ചെറിയൊരു ഗുളികയാണ് കഴിക്കണത്. അത് ഗ്രാജുവലി അതും നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പുറത്തെ കുരു, ഈ കാലുവേദന, അതുപോലെ തന്നെ ഈ രാത്രി കിടക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ അതിനെക്കൊണ്ടൊക്കെ വളരെയധികം മാറ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നെ മൂപ്പരെ വൈഫിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞോളേ. ഞാൻ ഷാവുൽ പെരിന്തൽമണ്ണ. പിന്നെ LCHF ഫുള്ളായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് 6 മാസമായി. എനിക്ക് പിന്നെ ലിവർ, നോൺ ആൽക്കോളിക് ലിവർ, ഷുഗർ ഫാസ്റ്റിങ്ങിൽ 230 ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ നോർമലാണ്, 140, 120 ഉള്ളൂ. വെറും LCHF മാത്രം ചെയ്തിട്ട്. വൈഫിന് 240 ഫാസ്റ്റിംഗ് ഷുഗർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇൻസുലിൻ ചെയ്യണില്ല. ഒരു ചെറിയ ഗുളിക മാത്രമേ കഴിക്കുള്ളൂ. ഈ LCHF ചെയ്തിട്ട് ഇപ്പോൾ ഫുള്ള് ഫ്രീ ആണ്. ബോഡിക്ക് നല്ല സുഖമാണ്, ഫുൾ ഹാപ്പിയാണ്, ലൈഫ് ഹാപ്പിയാണ്. താങ്ക് യു. വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളിപ്പോൾ ഈ LCHF ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുകളൊക്കെ എന്തൊക്കെയാണ്? ഫാമിലി സപ്പോർട്ട് ചെയ്യണ കാരണമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെയുള്ള ഒരു വഴിയിലേക്ക് വരണം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയൊരു അനുഗ്രഹമാണ്. ഒരുപാട് ആൾക്കാർക്ക് കിഡ്നി മാറ്റി വെച്ചവർ, ഈ ബൈപ്പാസ് സർജറി കഴിഞ്ഞവർ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർക്ക്, പിന്നെ ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ, അതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന നമ്മുടെ ഈ സമൂഹത്തിന് വളരെയധികം മാറ്റമാണ്. ഇപ്പോൾ ഈ LCHFന്റെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അടുക്കളയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. 2 തരമായിട്ടല്ല ഉണ്ടാക്കണത്. എത്ര നാളായി ഇപ്പോൾ നിങ്ങൾ ഈ LCHF ഇതിലോട്ട് വന്നിട്ട്? ഒരു വർഷം കഴിഞ്ഞു. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് അനുഭവങ്ങളൊക്കെ പങ്കുവച്ചാൽ. അതിനുശേഷം നിങ്ങൾ LCHFിലോട്ട് വരുന്നതിന് മുന്നുണ്ടായുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളും LCHF തുടങ്ങിയതിന് ശേഷം ഉണ്ടായുള്ള മാറ്റങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ. എൻ്റെ പേര് ബഷീറുദ്ദീൻ, CK ബഷീറുദ്ദീൻ. ഞാൻ കോഴിക്കോട് കല്ലായില വട്ടാമ്പിയിലാണ് താമസിക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഇതിൻ്റെ കേട്ടിട്ട് ഇപ്പോൾ അബീബ് സാറിൻ്റെതാണ് കാര്യമായിട്ട് കേട്ടത്. അത് കാരണം അബീബ് സാറിൻ്റെ കേട്ടെങ്കിൽ അബീബ് സാറിൻ്റെത് ഇനീഷ്യലി സ്റ്റാർട്ടിങ്ങിൽ അത് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ പലരും അവരുടെ അഭിപ്രായം മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയിട്ടുള്ള ഇതാണ്, ചാഞ്ചാട്ടാണ്. അതിൽ ഏതാണ് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അബീബ് സാറിൻ്റെ സ്ട്രൈറ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് അബീബ് സാറിൻ്റെ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ഇങ്ങനെ അത് ഫോളോ ചെയ്തിട്ടാണ് പോയത്. അതിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒബീസായിരുന്നു, വലിയ വയറുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ പിന്നെ ഇത് വണ്ണുണ്ടായിരുന്നു. ഞാൻ 92 വണ്ണുണ്ടായിരുന്നു. അത് ഞാൻ 2 മാസം ശരിക്കും ഫോളോ ചെയ്ത്. എന്നെക്കാൾ കൂടുതൽ എൻ്റെ ഭാര്യയ്ക്ക് യൂട്യൂബിൽ നോക്കിയിട്ട് എല്ലാം റെഫർ ചെയ്യുന്ന പണിയാണ്. ഇതിൽ എന്തെല്ലാം ഫുഡ് എല്ലാം ഭാര്യക്കാരാണ്. അപ്പോൾ ഇതിൽ നിന്ന് പിന്നെ എന്താണ് പുട്ടുണ്ടാക്കി തരൂ, പിന്നെ അതേമാതിരി ഇഡ്ഡലി എല്ലാ ഇതും പറ്റാതുണ്ടല്ലോ. അതാണ് എന്തിനത് കോളിഫ്ലവറിനെ കൊണ്ട് പലതും ഉണ്ടാക്കി തരും. അങ്ങനെയുള്ള ഭക്ഷണമാണ്. പിന്നീട് എന്താക്കി വെച്ചാൽ അത് മടുത്തപ്പോൾ കാലത്ത് ഒരു കോഴിമുട്ട പുഴുങ്ങിയത്, പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത് 2 കോഴിമുട്ട ഓംലെറ്റ് അടിച്ചത്, അത്ര തന്നെ. പിന്നെ ഉച്ചയ്ക്ക് 2 മണിക്കോ 2:30 മണിക്കോ ഒക്കെ വിശക്കുമ്പോൾ ഈ ഇറച്ചിയോ എന്തെങ്കിലും സാലഡ്സും കഴിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം ഇല്ല. പിന്നീട് കഴിക്കുന്നത് നെക്സ്റ്റ് ഡേ ബൈ 7 o'clock 6:30 7 o'clock കോഴിമുട്ട പുഴുങ്ങിയതായിരുന്നു. അങ്ങനെ എൻ്റെത് ഒരു 12 കിലോ കുറഞ്ഞു 2 മാസം കൊണ്ട്. അതുകൂടാതെ എൻ്റെ വയറ് 44 ഇഞ്ച് ഉണ്ടായിരുന്നു. അത് 37 ആയിട്ട് 37 ആയിട്ട് മാറി. വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പം ഞാനത് വിട്ടു. പിന്നെ കുറച്ച് ഭക്ഷണത്തിലുള്ള ആർത്തിനെ കൊണ്ട് അത് വിട്ടിട്ട് ഇപ്പോൾ രണ്ടാമത് തുടങ്ങിയപ്പോൾ പിന്നെ ഒരു 2 കിലോ കൂടി. അപ്പോൾ ഇതിനോടുള്ള താല്പര്യം കൊണ്ട് മാത്രം ഒന്ന് വന്നതാണ്. എത്രയോ ആൾക്കാർക്ക് ഉപകാരമുള്ള സംഗതി തന്നെയാണ്. നിങ്ങളുടെ പ്രായമൊക്കെ എങ്ങനെയാണ്? എൻ്റെ പ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 66 കഴിഞ്ഞു, 67 റണ്ണിങ് ആണ് രീതിയിലാണ്. ഈ ഒരു ഏജിൽ ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ? യാതൊരു ബുദ്ധിമുട്ടില്ല. അത് മാത്രമല്ല ശരീരത്തിന് നല്ല
ഇതുണ്ടല്ലോ സ്ട്രെങ്ത് കൂടുന്നു. ഞാനൊന്ന് ഹൈറ്റിൽ കയറാറില്ല. ഹൈറ്റിൽ കയറണമെങ്കിൽ ഇവിടെ ഭാര്യ കയറും, കോണി വെച്ചിട്ട് അവൾ കയറും. അവൾ ബോഡി മെലിഞ്ഞതായതുകൊണ്ട്. പക്ഷെ പിന്നീട് ഞാനും കയറാൻ തുടങ്ങി നല്ല ഉഷാറായിട്ട് എല്ലാ കാര്യത്തിലും. അതേമാതിരി നടക്കുകയാണെങ്കിൽ ഒരു 10-30 അരമണിക്കൂറൊക്കെ നടക്കുമ്പോഴേക്ക് ഞാൻ ക്ഷീണിച്ച് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഞാൻ 1 മണിക്കൂർ വരെ നടന്നിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു എന്തിനാ ഇത്ര നടക്കുന്നത്. എന്നിട്ട് ഞാൻ കട്ട് ഷോട്ടാക്കിയത് വീണ്ടും 40 മിനിറ്റ് മാത്രം നടക്കുന്നത്. അത്രയും നല്ല സംഗതിയാണ്. വൈഫിനെ എന്തെങ്കിലും വൈഫ് ഫോളോ ചെയ്യുന്നുണ്ടോ? ഭാര്യയാണ് എനിക്കെല്ലാം. പിന്നെ ഭക്ഷണങ്ങളെല്ലാം അവൾക്കാണ് അറിയാം. രാവിലെ ഇതൊക്കെ നോക്കും. പിന്നെ രാവിലെ ഖുർആൻ ഒത്തും അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവളുടെ പണി യൂട്യൂബ് ഫോളോ ചെയ്യില്ല. എന്നിട്ട് ചിലപ്പോൾ അതിനകത്തുള്ള ഫുഡ് എന്താ ഉണ്ടാക്കുന്നത് അതൊക്കെ ആക്കിയിട്ടാണ് അവൾ ഉണ്ടാക്കി തരും. ആ രീതിയിലാണ് വൈഫിന്. എന്തായാലും അത് കൂടാതെ തന്നെ എനിക്ക് മറ്റേ ആൻജിയോ ചെയ്തിട്ട് പിന്നെ എന്താണ് മരിക്കുന്ന വരെ അത് ഗുളിക കഴിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ഗുളിയും ഒഴിവാക്കി. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇപ്പോൾ ഡോക്ടറെ അന്വേഷണം കണ്ടിരുന്നു. ഡോക്ടറെ ഞാൻ അതിന് മുമ്പ് കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, കാര്യമായിട്ടൊന്നും. വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് അയാൾ പറഞ്ഞാണ്. ഞാൻ റിയാദിലായിരുന്നു. ഈ LCH ഫോളോ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംസാരിച്ചിരുന്നു അവരായിട്ട്? ഇല്ല. അയാൾ പിന്നെ അപ്പം ഞാൻ എന്നോട് പറഞ്ഞ ഡോക്ടർ പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അയാളിനോട് പറഞ്ഞത് ബുദ്ധിമുട്ടുണ്ടെങ്കിലല്ല വരേണ്ടത്, ഓരോ 3 മാസം കാണുമ്പോൾ വരുമ്പോൾ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യണം, ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് നല്ലൊരു ഡോക്ടർ അയാൾ എന്നോട് ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് ഒരു വിഷമമില്ല. ഞാൻ ചോദിച്ചു റിയാദിന്ന് ടെസ്റ്റ് ചെയ്യണോ? ഒന്നും ചെയ്യേണ്ട, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞ ആൾ പിന്നെ പറഞ്ഞത് ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാനാണ് വേണ്ടത്. LCH പറഞ്ഞതിന് ശേഷം അല്ലേ? LCH പറഞ്ഞിട്ടില്ല. അതിനുശേഷം നമ്മൾ LCH ഫോളോ ചെയ്തപ്പോൾ യാതൊരു ബുദ്ധിമുട്ടില്ല, ഒരു പ്രശ്നമില്ല. BP മാത്രമേ കഴിക്കുന്നുള്ളൂ, വേറെ മരുന്നും കഴിക്കുന്നില്ല. ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് ട്രൈഗ്ലിസറൈഡ് 245 ആയിരുന്നു. അതിനുശേഷം ഇത് തുടങ്ങി ഫസ്റ്റ് മാസം ട്രൈഗ്ലിസറൈഡ് 99 ആയി, പിന്നെ ഇത് 94 ആയി. വലിയ വ്യത്യാസമുണ്ട്, വളരെ വ്യത്യാസം. നല്ല ഉഷാറാണ്, ശരീരത്തിന് ഒരു പിന്നെ എനർജറ്റിക് ആണ് ശരീരം. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ വിലപ്പെട്ട അനുഭവങ്ങളൊക്കെ പങ്കുവച്ചതിൽ. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയതിലും വളരെയധികം സന്തോഷമുണ്ട്. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. എൻ്റെ പേര് അലി. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻറ്റിലൂടെയാണ് ഇന്നത്തെ ദിവസം കടന്നു പോകുന്നത്. കാര്യം കേരളത്തിൽ വളരെ പ്രചാരമായിക്കൊണ്ടിരിക്കുന്ന LCHF, ലോ കാർബ് ഹൈ ഫാറ്റ് എന്ന ഭക്ഷണ രീതിയെക്കുറിച്ച് ആളുകൾ അടുത്തറിഞ്ഞു കഴിഞ്ഞു. ഞാൻ ഏകദേശം 1 വർഷത്തോളമായിട്ട് ഈ ഡയറ്റ് ചെയ്യുകയാണ്. വളരെ നിർണായകമായിട്ടുള്ള ബെനിഫിറ്റാണ് നമുക്കിത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 105 കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന എനിക്ക് 79 കിലോ എന്ന ഒരു സ്റ്റേജിലേക്ക് മാറാനും നമ്മുടെ ജീവിത രീതിയിൽ ഏറ്റവും മാരകമായിട്ടുള്ള ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്ന കൊളസ്ട്രോളിനെ കുറയ്ക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ ഒരു മാറ്റമാണ്. പല മരുന്ന് കഴിച്ചിട്ടും ഒരു മാറ്റം വരാത്ത ഒരു അസുഖം ഈ ഒരു LCHF എന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഭക്ഷണ രീതി കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനെപ്പറ്റി പഠിക്കുകയും ഇത് പിന്തുടരുകയും ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്.